ഡയറക്ട് സെല്ലിങ്ങിനെ പറ്റി ആധികാരികമായി സംസാരിക്കാൻ പ്രാപ്തരായ ഒരുപാട് ആളുകൾ വയനാട് ജില്ലയിൽ തന്നെ ഉള്ളപ്പോൾ എന്നെ ഇതിലേക്ക് തിരഞ്ഞെടുത്ത ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ അസാപ്പിന്റെ ഉദ്യോഗസ്ഥരോടുള്ള നന്ദി ഞാൻ ആദ്യമേ അറിയിച്ചു കൊള്ളുകയാണ്. എന്നാലാവുന്ന വിധം ഈ സബ്ജക്റ്റിനോട് നീതി പുലർത്തുന്നതാണ്. അപ്പോൾ ആദ്യമേ തന്നെ എന്താണ് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ളതിനെ പറ്റി ഞാനൊന്ന് ബ്രീഫ് ചെയ്യാം. ഡയറക്ട് സെല്ലിങ്ങിനെ പറ്റി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കൺസ്യൂമർ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് 2016 പുറപ്പെടുവിച്ച മാർഗരേഖയിൽ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ്: ഡയറക്ട് സെല്ലിംഗ് മീൻസ് മാർക്കറ്റിംഗ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ഓർ പ്രൊവൈഡിംഗ് ഓഫ് സർവീസസ് ആസ് a part of network of direct selling other than under a pyramid scheme, provided that such sale of goods or services occurs otherwise than through a permanent retail location to the consumers, generally in their houses or at their workplace, or through explanation and demonstration of such goods and services at a particular place. ഡയറക്ട് സെല്ലിംഗ് ഗൈഡ് ലൈൻസ് 2016 എന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഗൈഡ് ലൈൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിനകത്ത് 13ാമത്തെ പേജിൽ നിന്നാണ് ഞാൻ ഈ പറഞ്ഞ ഡെഫിനിഷൻ 1 ക്ലോസ് 6 ഇവിടെ വായിച്ചത്. അതായത് കടയിൽ വെച്ച് പരസ്യങ്ങളുടെ സഹായത്തോടുകൂടി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് ബദലായി എക്സ്പ്ലനേഷനിലൂടെയും ഡെമോൺസ്ട്രേഷനിലൂടെയും ഒരു വ്യക്തിയുടെ വീട്ടിലോ ഓഫീസിലോ ചെന്ന് അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് കൊടുത്ത് സാധനങ്ങൾ വിൽക്കുന്ന രീതിയെയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ സാധാരണ നമ്മളൊരു ഉൽപ്പന്നം നമ്മളൊരു 100 രൂപ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ അതിന്റെ ഒരു വലിയൊരു ശതമാനം പണവും ഈ പറയുന്ന പോലെ ഈ അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് ചെലവാകുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ടൂത്ത് പേസ്റ്റ് മേടിക്കുകയാണെങ്കിൽ നമ്മൾ അടുത്തുള്ള ഒരു കടയിൽ പോയാണ് മേടിക്കുന്നത്. ആ കടക്കാരന് ആ പേസ്റ്റിനകത്ത് ഒരു ലാഭം ഉണ്ടാവും. ഈ കടക്കാരന് ഒരിക്കലും ഈ പ്രോഡക്റ്റ് ഫാക്ടറിയിൽ നേരിട്ട് മേടിക്കാൻ പറ്റില്ല. അദ്ദേഹം ഒരു ഹോൾസെയിലർ എടുത്തു നിന്നായിരിക്കും മേടിക്കുന്നത്. ആ ഹോൾസെയിലറിന് ഒരു ലാഭം ഉണ്ടാവും. ഈ ഹോൾസെയിലിന്റെ മുകളിൽ ഒരു സ്റ്റോക്കിസ്റ്റ് ഉണ്ടാവും, ഒരു സൂപ്പർ സ്റ്റോക്കിസ്റ്റ് ഉണ്ടാവും, ഒരു നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവും, ഒരു C&F ഏജന്റ് ഉണ്ടാവും. ഇതും കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ഫാക്ടറി അല്ലെങ്കിൽ മാനുഫാക്ചറർ വരുന്നത്. അപ്പൊ ഇവരെല്ലാവരും ഇതിൽ നിന്ന് ഒരു ലാഭം എടുക്കുന്നുണ്ട്. അപ്പം ഈ ഇടത്തട്ടുകാരെ ഒഴിവാക്കി, ഈ പരസ്യങ്ങൾ ഒഴിവാക്കി, ഈ കട ഒഴിവാക്കി, ഈ 3 ആളുകൾക്കും ഈ 3 സംവിധാനങ്ങൾക്കും വേണ്ടി ചെലവാക്കുന്ന പണം, അത് ഈ 3 ജോലികളും ചെയ്യുന്ന, ഐ റിപ്പീറ്റ്, ഈ 3 ജോലികളും ചെയ്യുന്ന ഡയറക്ട് സെല്ലർമാർക്ക് അവരുടെ അധ്വാനത്തിനനുസരിച്ച് വീതിച്ചു കൊടുക്കുന്ന ഒരു മാർക്കറ്റിംഗ് വീതിച്ചു കൊടുത്തുകൊണ്ട് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ഒരു മാർക്കറ്റിംഗ് രീതിയെയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രോഡക്റ്റിന്റെ വില എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ പ്രോഡക്റ്റിന്റെ വിലയിൽ കുറവൊന്നും ഉണ്ടാവില്ല. കാരണം കടകളിൽ വെച്ച് വിൽക്കുന്ന ഉൽപ്പന്നങ്ങളുടെ അതേ വില തന്നെ ആയിരിക്കും. കാരണം അവിടെ ഈ ചെലവുകളൊക്കെ ഉള്ളതുപോലെ തന്നെ ഇവിടെയും ഈ ചെലവുകളൊക്കെ ഉണ്ട് എന്ന് മാത്രം. ഉള്ളത് കൊണ്ട് തന്നെ വിലകൾ സെയിം ആയിരിക്കും. പക്ഷെ ഇവിടെ ഡയറക്ട് സെല്ലർമാർക്കാണ് ഈ പണം പോകുന്നത് എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ വ്യത്യാസം. അപ്പൊ ഈ ഡയറക്ട് സെല്ലിങ്ങിൽ 2 രീതിയിലാണ് ഒരു വ്യക്തിക്ക് പണം സമ്പാദിക്കാൻ കഴിയുക. ഇവിടെ ഡയറക്ട് സെല്ലർമാർ എന്ന് പറഞ്ഞാൽ അവർ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപഭോക്താവിന് നേരിട്ട് കൊടുക്കുന്ന ആളുകളെയാണ് ഡയറക്ട് സെല്ലർ എന്ന് വിളിക്കുന്നത്. അദ്ദേഹത്തിന് 2 രീതിയിൽ വരുമാനം ഉണ്ടാക്കാം. നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ കമ്പനിയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഹോൾസെയിൽ വിലയ്ക്ക് വാങ്ങി റീറ്റെയിൽ വിലയ്ക്ക് വിറ്റ് ആ വ്യത്യാസം അദ്ദേഹത്തിന് ഉണ്ടാക്കുന്ന ഒരു ലാഭമാണ്. രണ്ടാമത് അദ്ദേഹത്തിന് ഉണ്ടാക്കാവുന്ന ഒരു മെച്ചം എന്ന് പറയുന്നത് അദ്ദേഹത്തിനും നിരവധി ഡയറക്ട് സെല്ലർമാരെ നേരിട്ട് അപ്പോയിന്റ് ചെയ്യാം. അദ്ദേഹം അപ്പോയിന്റ് ചെയ്ത ഡയറക്ട് സെല്ലർമാരെ കൊണ്ട് വീണ്ടും കൂടുതൽ ഫർദർ ആളുകളെ ഡയറക്ട് സെല്ലർമാരായി അപ്പോയിന്റ് ചെയ്യിപ്പിക്കാം. അങ്ങനെ വലിയൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യിക്കാം. ആ നെറ്റ്വർക്കിലൂടെ ഉണ്ടാകുന്ന ബിസിനസ്സും ആ ബിസിനസ്സിന് ഇദ്ദേഹത്തിന് ഒരു സൂപ്പർവൈസറി കമ്മീഷൻ, ഒരു അഡീഷണൽ ഇൻകം അദ്ദേഹത്തിന് കിട്ടുന്നു. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമുക്കൊരു LIC ഡെവലപ്മെന്റ് ഓഫീസർ, ഈ ഡെവലപ്മെന്റ് ഓഫീസർക്ക് അദ്ദേഹം വിൽക്കുന്ന പോളിസിക്ക് അദ്ദേഹത്തിന് വരുമാനം കിട്ടുന്നു. അദ്ദേഹം ഏജന്റുമാരെ അപ്പോയിന്റ് ചെയ്യുന്നു.
ആ ഏജന്റുമാർ വിൽക്കുന്ന പോളിസിക്ക് അദ്ദേഹത്തിന് ഒരു അഡീഷണൽ കമ്മീഷൻ കിട്ടും. അങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഇവിടെ ഡയറക്ട് സെല്ലിങ്ങിൽ രണ്ടാമതായിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നത്. അങ്ങനെ ഈ രണ്ട് രീതിയിലാണ് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നത്. ഈ രണ്ടാമതായിട്ട് ഉണ്ടാക്കുന്ന വരുമാനം അത് പ്രത്യേകം ടാക്സബിൾ ആണ്. നമ്മുടെ ഈ GST കൂടാതെ പിന്നെ ഈ GSTയിൽ തന്നെ നേരത്തെ നമ്മൾ ഉപയോഗിച്ചിരുന്ന വാക്ക് അതിന് സർവീസ് ടാക്സ്, അതിൽ പെടുന്ന ബിസിനസ് ഓക്സിലറി സർവീസസ് എന്ന വിഭാഗത്തിൽ പെടുത്തി അത് ആ ഇൻകം പ്രത്യേകം ടാക്സബിൾ ആണ് നമ്മൾക്ക് ഈ സൂപ്പർവൈസറി കമ്മീഷനായിട്ട് കിട്ടുന്ന പൈസ. അപ്പം എന്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുമാനം കൊടുക്കുന്ന ഒരു രീതിയുടെ, ഡയറക്ട് സെല്ലിംഗിൽ വരുമാനം കൊടുക്കുന്ന ഒരു രീതിയുടെ പേര് മാത്രമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അല്ലാതെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആസച്ച് ഒരു ബിസിനസ് ഒന്നും അല്ല, അങ്ങനെ കരുതരുത്. ഈ അക്കാഡമിക് തലത്തിൽ അതിനെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നാണ് പറയുന്നത്. അതേസമയം സർക്കാരിന്റെ രേഖകളിൽ അത് കൂടുതലും കാണപ്പെടുന്നത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന പേരിലാണ്. ഇപ്പം ഞാനിപ്പോ സൂചിപ്പിച്ച ഡയറക്ട് സെല്ലിംഗ് ഗൈഡ് ലൈൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നാണ് പറയുന്നത്. അതേസമയം അക്കാഡമിക് തലങ്ങളിൽ ഉദാഹരണത്തിന് പല യൂണിവേഴ്സിറ്റികളിൽ ഈ വിഷയം പഠിപ്പിക്കുമ്പോൾ അവർ ഉപയോഗിക്കുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നൊരു വാക്കാണ്. അടുത്തതായിട്ട് എനിക്ക് ഇതിനെ പറ്റി പറയാനുള്ളൊരു കാര്യം, ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ അല്ലെ ഡയറക്ട് സെല്ലിങ്ങിന്റെ ലീഗൽ സൈഡിനെ പറ്റിയും അതിന്റെ മോറൽ സൈഡ്, അതിന്റെ ധാർമ്മിക വശത്തെ പറ്റിയും അതിന്റെ പ്രായോഗിക സൈഡിനെ പറ്റിയുമാണ് അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇന്ത്യയില് ഈ അടുത്ത് വന്ന ഒരു നിയമമാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019. അപ്പം 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനെ ഒരു നിയമപരമായ ബിസിനസ്സായി ഇന്ത്യയിൽ അംഗീകരിച്ചു. ഈ ബിസിനസ് ഈ രാജ്യത്ത് നടത്തേണ്ടത്. ഹലോ, oh of course the people are there from outside Kerala. Yes sir, yes. Oh, I am so sorry, I was under the impression that only people from Wayanad are participating in it. No sir, no. Okay. Right, so from this point I will continue in English. In the previous points there is nothing much in it. If anyone has any doubts at the end, we shall clarify it. Yeah. So here I am talking about the legal, moral and practical aspects of direct selling business. First, let me talk about the legal aspects, the legal position of direct selling in India. The Consumer Protection Act of 2019, which is been passed in both the houses of our parliament, which has actually recognized multi-level marketing as a valid economic activity. And this business model is been administrated by, there is a guideline issued by the custodian of this business model, that is Ministry of Consumer Affairs, Government of India. They have published a guideline that is called Direct Selling Guideline 2016. This particular guideline is the what you call canon of the direct selling business in our country. And the same guideline demands setting up of a nodal officer and his esteemed office in order to monitor the day-to-day activities of the direct selling companies and direct sellers in the respective states. So that is the legal position of this business model in India. In a nutshell, let me make it clear that this is a 100% legal business in the country. Second is the moral aspects of direct selling business. See, as I said, in direct selling, the advertisements are not used in order to endorse a product. I don't know whether I can put this statement across, but there is no other way to make you understand in a better way. An advertisement of a toothpaste, a toilet soap
in which some hot actors like Bipasha Basu or somebody, the people who endorses such products in an advertisement program in a TV, do you think a family audience can watch such kind of vulgar advertisements? Not possible. So in network marketing, advertisements are not there. We are not exposing the beauty of women to sell a product. That way, you just tell which model is more, at par with Indian moral standards, direct selling model or the conventional model, what we used to experience in the market. And in the other thing, a person who is not well versed in English language, he will go to a supermarket and he will pick up the product based on the beauty of the package. He may not be able to read whatever it is written on a product, and he will not be able to understand such things and take an informed decision. Whereas in direct selling, as I read, as the law prescribes, a person goes to a customer's place and he will explain everything about the product so the customer can take a well-informed decision. So that way, moral aspects of network marketing is standing tall compared to the conventional method. And most of the standard direct selling operators offers a money back guarantee for the product of their products to the customers, those who are not satisfied with the quality. Usually it goes like this: you buy a product and you can use that product maximum up to 30% within a span of 30 days. And if you're not happy with the product, no questions asked. You simply return the product, you will get the money back, the full money back. So that particular facility is not available when you buy product from a regular retail store. So that is the moral aspect of direct selling business. The third point is the practical aspects. Is direct selling a viable business model? Is this income reliable? If I get into a job at the age of 25, especially a government job, at least till the age of 55 or 58, sometimes 60, my income is assured. So that kind of practical side, and many people might have told you this business is theoretically perfect, but practically not possible. This won't sustain for a long time. So in such cases, I can give you few practical examples. It's like one gentleman from Kerala who brought me into this network marketing business. I would say some around 20 years ago. Last 20 years, this gentleman, I don't want to mention the name, this gentleman is consistently earning without any interruption, I would say, consistently earning. Request Please. മലയാളത്തിലും ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് പറയാമെന്ന് എനിക്കുണ്ട്. കാരണം മലയാളികൾ കുറെ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു കാര്യം കൂടി ഉണ്ട്. മലയാളം ഇംഗ്ലീഷും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് പറയുവാണെങ്കിൽ. ഞാൻ ശ്രമിക്കാവേ. ശരി ശരി ശരി. അപ്പോൾ എനിക്ക് പിന്നെ നേരിട്ട് പല ആളുകളും ഈ പിന്നെ ബിസിനസിന്റെ പ്രായോഗികതയെ പറ്റി ചോദിക്കാറുണ്ട്. അതായത്, സാർ, ഞാനിപ്പോ ഒരു ഗവൺമെന്റ് ജോലിക്ക് കയറുവാണെങ്കിൽ ഒരു 25 വയസ്സിൽ എനിക്കൊരു ജോലി കിട്ടിയാൽ ഒരു 60 വയസ്സ് വരെ എന്റെ വരുമാനം എനിക്കൊന്നും പേടിക്കണ്ട, പെൻഷൻ ആവുന്നവരെ എനിക്ക് മാസശമ്പളം കിട്ടിക്കൊണ്ടേയിരിക്കും. അതേസമയം ഞാൻ ഒരു ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ഗ്യാരണ്ടിയാണ് ഇതൊക്കെ ഇങ്ങനെ തുടർച്ചയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളത്?
അപ്പൊ എന്നെ ഈ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന വ്യക്തി ഒരു 20 വർഷമായിട്ട് ഈ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൽ നിന്ന് ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 20 വർഷമായിട്ട് ഒരു മാസം പോലും മുടങ്ങാതെ എല്ലാ മാസവും വളരെ ശുദ്ധ മലയാളത്തിൽ പറഞ്ഞ കൈ നിറച്ചു വരുമാനം ഒരു മാസം പോലും മുടങ്ങാതെ കഴിഞ്ഞ 20 വർഷമായിട്ട് അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടേയിരിക്കും. അദ്ദേഹത്തിന് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഇത് വെച്ചാണെങ്കിൽ അദ്ദേഹത്തിന് റിട്ടയർ ചെയ്യേണ്ട പ്രായം കഴിഞ്ഞു. അപ്പം സാധാരണ നമ്മളൊരു ഏറ്റവും നല്ല ജോലി എന്ന് പറയുന്നത് ഒരു സർക്കാരിലൊരു ജോലി കിട്ടുക എന്നുള്ളതാണ്. പക്ഷെ സർക്കാരിലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാലും റിട്ടയർമെന്റ് പ്രായം കഴിഞ്ഞാൽ വരുമാനം പകുതിയാവും. കാരണം പെൻഷൻ നമുക്ക് പകുതിയെ കിട്ടുള്ളൂ. ഇദ്ദേഹം റിട്ടയർമെന്റ് പ്രായം കഴിഞ്ഞതിന് ശേഷവും മുഴുവൻ വരുമാനവും ഒരു 10-20 വർഷത്തിലേറെയായി അദ്ദേഹം ഇതിലൂടെ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു. This is one example I can give you pertaining to the practical aspects of this business model is concerned. Another one interesting example what I have is, എനിക്ക് മറ്റൊരു ഉദാഹരണം പറയാനുള്ളത് ഈസ്, എനിക്ക് നേരിട്ടറിയുന്ന ഒരു വ്യക്തി, എന്നോടൊപ്പം ഈ ബിസിനസ്സിലുള്ള ഒരു വ്യക്തി, അദ്ദേഹം 20 വർഷമായി മുറുക്കാൻ കട നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. അപ്പം അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യതയും സാമൂഹിക പശ്ചാത്തലവും ഒക്കെ നമുക്ക് ഊഹിക്കാം. അദ്ദേഹം ഒരു ഗ്രാമപ്രദേശത്തു നിന്നുള്ള ആളായിരുന്നു. ഒരു 6 വർഷം മുമ്പ് അദ്ദേഹം ഈ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിലേക്ക് കടന്നു വരികയും ഈ 6 വർഷം കൊണ്ട് അദ്ദേഹത്തിനുണ്ടായ നേട്ടങ്ങൾ പറയുകയാണെങ്കിൽ, അദ്ദേഹത്തിന്റെ നേട്ടം ഒന്നാമതായിട്ട് അദ്ദേഹം ഗ്രാമത്തിൽ നിന്ന് സംസ്ഥാന തലസ്ഥാനത്തേക്ക് നഗരത്തിലേക്ക് താമസം മാറി എന്നുള്ളതൊന്ന്. അവിടെ സ്വന്തമായിട്ട് വലിയൊരു വീട് വെച്ച് താമസം മാറി. 2, വലിയൊരു ലക്ഷറി വാഹനമാണ് ഇന്ന് അദ്ദേഹം ഉപയോഗിക്കുന്നത്. 3, മാതൃഭാഷയല്ലാതെ ഒരു ഭാഷ പോലും അദ്ദേഹത്തിന് സംസാരിക്കാൻ അറിയില്ലെങ്കിലും ഇന്ന് അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കാൻ വേണ്ടിയിട്ട് നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് ആളുകൾ ടിക്കറ്റ് എടുത്ത് ഹാളിൽ വന്ന് അദ്ദേഹത്തെ കാത്തിരിക്കുന്നു. ഈ പറഞ്ഞ നേട്ടങ്ങളിൽ ഏറ്റവും വലിയ നേട്ടമായിട്ട് ഞാൻ ഇന്നത് ഈ 4ാമത്തെ പോയിന്റിനെയാണ് കാണുന്നത്. അതായത് ഒരു മുറുക്കാൻ കടയിൽ ഇരിക്കുന്ന ഒരാൾക്ക് എത്രത്തോളം ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവും നമുക്ക് ഊഹിക്കാം. അങ്ങനെയുള്ള ഒരു വ്യക്തി now today he is able to address thousands of people on stage. That too, people are coming in by buying a ticket to hear this man. So that kind of personality transformation also is happening in this industry. So what I'm trying to say, people from any level of the society, it's like a pan shop owner who is actually in the lowest cadre of the socio-economic status. Also educationally, I don't know whether he has got any formal education or not. Even people of such background also could make it in network marketing business or a direct selling business. So I hope I have satisfactorily conveyed the practical side of this particular business model. അടുത്തതായിട്ട് the third point, total I have divided this entire topic into 7. So 2 are over. One is what is direct selling, it's over. Second is legal, moral and practical aspects of direct selling is over. Now we are moving to the third subject, that is how to choose a company to associate or company to work with. ഇതിനകത്ത് ഒരു കമ്പനിയെ നമുക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു കാര്യം. അപ്പം the point is, many companies are using this network marketing compensation plan. അതായത് നെറ്റ്വർക്ക് വരുമാനം കൊടുക്കുന്നതിന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഒരു മോഡൽ വെച്ചുകൊണ്ട് many concept selling companies are also there in the market. Direct selling is different and concept selling is different, but both may use the multi-level marketing compensation plan. The issue is the concept selling companies are unsustainable and illegitimate. അതായത് ഈ കോൺസെപ്റ്റ് സെല്ലിംഗ് കമ്പനികളും ഡയറക്ട് സെല്ലിംഗ് കമ്പനികളും പ്രഥമ ദൃഷ്ടിയ ഒന്നായി തോന്നുമെങ്കിലും രണ്ടും രണ്ടാണ്. കോൺസെപ്റ്റ് സെല്ലിംഗ് കമ്പനികളിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് നിയമവിരുദ്ധമാണെന്ന് മാത്രമല്ല,
അതധികം നിലനിൽക്കുന്നതുമല്ല. അതേസമയം ഡയറക്ട് സെല്ലിംഗ് കമ്പനീസ്, their intention is to sell the product, not to run a scheme. So how do we differentiate these two companies? ഇത് രണ്ടും തമ്മിൽ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് അതിനകത്ത് പറയാൻ പറ്റുന്നതേ ഉള്ളൂ. യു ജസ്റ്റ് ലുക്ക് അറ്റ് ദ പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോ ഓഫ് ദർ കമ്പനി. അവരുടെ പ്രോഡക്റ്റുകൾ ഒന്ന് നോക്കുക. നോക്കിയതിന് ശേഷം ആ പ്രോഡക്റ്റുകൾ, കുറച്ച് പ്രോഡക്റ്റുകൾ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക, അല്ലെങ്കിൽ പ്രാക്ടിക്കലി പരീക്ഷിച്ച് നോക്കുക. വെദർ യു ഷാൽ ബി ഏബിൾ ടു സെൽ ദീസ് പ്രോഡക്ട്സ് ടു എ ജെനുവിൻ കസ്റ്റമർ വിത്തൗട്ട് ടോക്കിംഗ് അബൌട്ട് ആൻ ഇൻകം ഓപ്പർച്യൂണിറ്റി ബിഹൈൻഡ് ഇറ്റ്. ഇതിനകത്തുള്ള ഒരു വരുമാന സാധ്യതയെ പറ്റി പറയാതെ പ്രോഡക്റ്റ് മാത്രമായിട്ടൊരു വ്യക്തിക്ക് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ കമ്പനി ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണെന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ അത് നിലവിൽ അത് ചെക്ക് ചെയ്ത് അങ്ങനെയുള്ളൊരു കമ്പനിയാണോ എന്ന് പറയാൻ ഇന്ത്യയിൽ നിലവിൽ ഗവൺമെന്റിൽ സംവിധാനങ്ങളില്ല. പക്ഷെ അമേരിക്കയിൽ അങ്ങനെയല്ല. അമേരിക്കയിലൊക്കെ നിയമങ്ങൾ കുറച്ചുകൂടി കർശനമാണ്. അവിടെ എങ്ങനെയാണ് നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കമ്പനിയുടെ 80% ഉൽപ്പന്നങ്ങളും ഈ ഡയറക്റ്റ് സെല്ലർമാരല്ല, ഈ കമ്പനിയുമായി ഒരു ബന്ധവുമില്ലാത്ത കസ്റ്റമേഴ്സ് ആയിരിക്കണം ഉപയോഗിച്ചിരിക്കേണ്ടുന്നത്. The Federal Trade Commission of the states do a random audit on these direct selling companies, and if they don't pass the audit, they shall impose millions, no, I would say hundreds of millions of dollars fine on them. പക്ഷെ നമുക്ക് ഇന്ത്യയിൽ അങ്ങനത്തെ കൃത്യമായി അത്രയും ശക്തമായ നിയമ സംവിധാനമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ ഇതിനെ കണ്ടെത്തുകയേ വഴിയുള്ളൂ എന്നേ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ. പിന്നെ പല കോൺസെപ്റ്റ് സെല്ലിംഗ് കമ്പനികളും ഇപ്പൊ മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് അവരുടെ വെബ്സൈറ്റിൽ ഇങ്ങനെ ഈ ഡയറക്ട് സെല്ലിംഗ് ഗൈഡ് ലൈൻ 2016 പാലിക്കുന്ന കമ്പനികളുടെ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പം അത് വലിയൊരു സ്റ്റെപ്പാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ളത്. പക്ഷെ ആ ലിസ്റ്റിലുള്ള ഒരു പോരായ്മ, ആ ലിസ്റ്റ് ഇവർ പരിശോധിച്ചിട്ടില്ല, ഗവൺമെന്റ് പരിശോധിച്ചിട്ടില്ല. ആ ലിസ്റ്റ് ഒരു പ്രൊവിഷണൽ ലിസ്റ്റാണ്, ഒരു താൽക്കാലിക ലിസ്റ്റാണ്. ഈ ഗൈഡ് ലൈൻ പാലിക്കുന്നു എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തുന്ന കമ്പനികളുടെ ഒരു പട്ടികയാണ് അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പം അതിന്റെ വിശ്വാസ്യതയും നമുക്ക് എന്താ പറയാ, we can't rely on that. So it may save you from the legal hurdles, but the sustainability would be very poor, I would say. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്ക് പ്രാക്ടിക്കലായിട്ട് എനിക്ക് തരാനുള്ള ഉപദേശം ഇത്രയേ ഉള്ളൂ. ഇപ്പം യൂട്യൂബില് ദ ബിഗ്ഗസ്റ്റ് MLM കമ്പനീസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഉണ്ട് യൂട്യൂബിൽ, ദ ബിഗ്ഗസ്റ്റ് MLM കമ്പനീസ് ഇൻ ഇന്ത്യ. അതിന്റെ ലിങ്ക് ഞാനിവിടെ ഐ ഷാൽ പോസ്റ്റ് ദ ലിങ്ക് ഹിയർ. നിങ്ങൾക്ക് ആ ലിങ്ക് ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ക്ലിക്ക് ചെയ്ത് യൂട്യൂബിൽ കയറി ഒന്ന് പരിശോധിച്ചാൽ ആ ലിങ്കിൽ ഒരു 10 കമ്പനികളെ പറ്റിയാണ് കൊടുത്തിരിക്കുന്നത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ 10 കമ്പനി. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു കമ്പനിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ നിരാശപ്പെടേണ്ടി വരികയില്ല എന്നാണ് എനിക്കതിനകത്ത് പറയാനുള്ളൊരു കാര്യം. അപ്പോൾ എങ്ങനെയുള്ളൊരു കമ്പനിയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതിന് പ്രായോഗികമായിട്ട് എനിക്കിതാണ് ഒരു മറുപടി പറയാനുള്ളത്. കാരണം പിന്നെ പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ഒരു പുതിയ കമ്പനി ആണെങ്കിൽ നന്നായിരിക്കും. ഒരിക്കലുമല്ല. ഒരു 5 വർഷമെങ്കിലും പഴക്കമില്ലാത്ത ഒരു കമ്പനിയോടൊപ്പം നിങ്ങൾ അസോസിയേറ്റ് ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം 5 വർഷമെങ്കിലും പഴക്കമില്ലാത്തൊരു കമ്പനിയുടെ ദ സസ്റ്റൈനബിലിറ്റി ഓഫ് ദാറ്റ് കമ്പനി ഈസ് എ ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക്. സോ ബെറ്റർ ഡോണ്ട് ഗോ വിത്ത് എ വെരി യങ് കമ്പനി, റൈറ്റ്? സോ അടുത്ത 4ാമത്തെ the fourth subject what I would like to discuss now is how to build a network marketing business. എങ്ങനെ ഈ ബിസിനസ് ബിൽഡ് ചെയ്തെടുക്കാം എന്നുള്ളതിനെ പറ്റിയാണ്. അതിനകത്ത് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളൊരു പോയിന്റ്, സെറ്റ് ദ റൈറ്റ് എക്സ്പെക്ടേഷൻസ്. ഇതൊരു ക്വിക്ക് റിച്ച് സ്കീമല്ല. പെട്ടെന്ന് വന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണിതെന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും ശരിയല്ല. ഇത് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയല്ല.
ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 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 കരിയർ ഓപ്ഷനാണ് എന്നേ പറയാൻ കഴിയൂ. ഇപ്പൊ ഒരു വ്യക്തി ഒരു MBBS പഠിക്കുന്നത് ജീവിതകാലം മുഴുവൻ ആളുകളെ ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നതുപോലെ തന്നെ ഒരു ഓപ്ഷനാണ്, ഒരു കരിയർ ഓപ്ഷനാണ് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അപ്പം ഇത് ഒരു ഫുൾ ടൈം കരിയർ അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം കരിയർ ആയിട്ട് നമ്മൾ ഏറ്റെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം ഇതൊരു ബിസിനസ്സുമാണ്. അപ്പൊ ഇതൊരു ബിസിനസ് ആവുമ്പോൾ ഒരു ബിസിനസ്സിൽ നമ്മൾ വിജയിക്കാൻ നമുക്ക് ഒരുപാട് കഴിവുകൾ ആവശ്യമായി വരും. ഒരുപാട് കഴിവുകൾ വേണം, ഇല്ലാതെ നമുക്കിത് പറ്റില്ല. ഒരു കുറഞ്ഞത് ഒരു 5 കഴിവുകളെങ്കിലും നമുക്ക് വേണം. സാധനങ്ങൾ വിൽക്കാനുള്ള ഒരു കഴിവ് നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. വിൽപ്പന ഇല്ലാത്ത ഏതെങ്കിലും ഒരു ബിസിനസ് ലോകത്തുണ്ടോ? ഇല്ല. രണ്ടാമത്, നന്നായി ആശയവിനിമയം ചെയ്യാനുള്ള ഒരു കഴിവ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. മൂന്നാമത്, ഓർഗനൈസിങ് സ്കിൽ. ഓർഗനൈസിങ് സ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കൂടെ കുറെ ആളുകളും ഈ ബിസിനസ്സിലേക്ക് കടന്നു വരും. ഇപ്പൊ നിങ്ങളൊരു സ്ഥാപനം നിർത്തുകയാണെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരുപാട് ജോലിക്കാരുണ്ടാവും എന്ന് പറഞ്ഞു പോലെ. ഇവിടെ ജോലിക്കാരല്ല, പാർട്ട്ണർമാരെന്ന് വേണേൽ കരുതാം. ഒരുപാട് ആളുകൾ നിങ്ങളോടൊപ്പം വരും. ഇവരെല്ലാം പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും പല രീതിയിൽ ചിന്തിക്കുന്ന പല ടാർഗറ്റുകളും കാര്യങ്ങളും ഒക്കെയുള്ള പല പല ടൈപ്പ് ആളുകളായിരിക്കും. ഈ ആളുകളെല്ലാം ഒന്നിച്ചു കൊണ്ടുപോകാൻ, ഒന്നിച്ചു കൂട്ടിക്കെട്ടി ഒരു ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ്, ഓർഗനൈസിങ് സ്കിൽ യു നീഡ് ടു ഗെയിൻ. പിന്നെയും നമ്മള് പറയുകയാണെങ്കിൽ പ്രൊമോഷണൽ സ്കിൽ, അതായത് നമ്മുടെ ഒരു ബ്രാൻഡ് വളർത്തിയെടുക്കുക. കാരണം ഇന്ന് ഒരു പ്രോഡക്റ്റിനല്ല, ഒരു ബ്രാൻഡ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. ബ്രാൻഡ്, യു നീഡ് ടു ബി എ ബ്രാൻഡ്. സോ ദോസ് പ്രൊമോഷണൽ സ്കിൽസ് യു നീഡ് ടു ഗെയിൻ. സോ അങ്ങനെ ഒരു 4-5 കഴിവുകൾ, 4-5 skills you need to acquire in order to succeed not only in this business, any business. So അപ്പോൾ അത്രയും കഴിവുകളൊക്കെ ഇന്ന് വന്ന് നാളെ ഉണ്ടാകുമെന്നും കരുതരുത്. പിന്നെ രണ്ടാമത്, എനിക്ക് ഈ കഴിവുകളൊന്നും ഇല്ല അതുകൊണ്ട് എനിക്കിതൊന്നും പറ്റില്ല എന്നും കരുതരുത്. കാരണം ആരും ജനിക്കുന്നത് ഈ കഴിവോടുകൂടിയൊന്നുമല്ല. ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രവർത്തിച്ച് ധീരെ യു ഷാൽ ബി ഗെയിനിങ് ഓൾ ദി സ്കിൽസ്. അപ്പം അതിന് നിങ്ങൾക്ക് ഒരുപാട് സെറ്റ് ബാക്സ് അതിനിടയ്ക്ക് ഉണ്ടാവും. ഇറ്റ് വിൽ റിയലി ടേക്ക് യു ഫോർ എ ടോൾ. നിങ്ങൾ ഒരുപാട് പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വരും. മനസ്സിനെ നിങ്ങൾ ധൈര്യപ്പെടുത്തേണ്ടി വരും, ശക്തമാക്കേണ്ടി വരും. അങ്ങനെ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടി വരും ഈ കാലഘട്ടത്തിൽ. അതിനാകെ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടുന്ന ഒരേ ഒരു, ഈ കഴിവുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് വേണ്ടുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, 1000 ദിവസം എന്ത് തിരിച്ചടി വന്നാലും ഞാൻ ഈ ബിസിനസ് ചെയ്യും എന്നുള്ളൊരു മനോഭാവം. 1000 ദിവസം. എന്താണ് ഈ 1000 ദിവസത്തിന്റെ സിഗ്നിഫിക്കൻസ് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഗുജറാത്തികൾ ഇങ്ങനെ പറയുന്നത് എങ്ങനെയാണ്, ഒരു ബിസിനസ് തുടങ്ങിയാൽ 1000 ദിവസം, അതാണ് അവരുടെ പ്രമാണം. 1000 ദിവസം ആ ബിസിനസ്സിൽ നിന്ന് അവർ ഒരു ലാഭവും പ്രതീക്ഷിക്കില്ല. പക്ഷെ 1001ാമത്തെ ദിവസം അവർ അതിൽ നിന്ന് ലാഭം എടുത്തിരിക്കും. ആ തത്വം ഇവിടെയും ആപ്ലിക്കബിൾ ഹിയർ ഓൾസോ. ഒന്നാം. പിന്നെ രണ്ടാമത്, നിങ്ങളുടെ ഒരു 1000 ദിവസം നിൽക്കും എന്നുള്ളൊരു മനോഭാവം. ആ ഒരു മനോഭാവമാണ് 1000 ദിവസം ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കും, തിരിഞ്ഞു നോക്കാതെ ശ്രമിക്കും, എന്തു വന്നാലും ഞാൻ പിന്മാറില്ല എന്നൊരു മനോഭാവത്തോടുകൂടി നിങ്ങൾ ഈ ബിസിനസ്സിനെ സമീപിച്ചാൽ 1000 ദിവസമാകുമ്പോഴേക്കും ഈ കഴിവുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുകയും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇതിൽ നിന്ന് വരുമാനം സമ്പാദിക്കാനും കഴിയും. പിന്നെ അടുത്ത നമ്മുടെ 5ാമത്തെ, 5th ടോപ്പിക് ഇസ്, എന്തുകൊണ്ട് ഞാൻ ഈ ഡയറക്ട് സെല്ലിംഗ് ഒരു കരിയർ ആയിട്ട് എടുക്കണം, എന്തുകൊണ്ട് ഇത് മറ്റു മേഖലകളേക്കാൾ മെച്ചമാണ്, വൈ ഷുഡ് ഐ ചൂസ് ഡയറക്ട് സെല്ലിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ ആൻസർ ഇസ് ദിസ് ബിസിനസ് ഈസ് നോട്ട് ക്യാപിറ്റൽ ഓറിയന്റഡ്. പലപ്പോഴും ഒരു വലിയൊരു ബിസിനസ് തുടങ്ങാൻ, അതായത് ലക്ഷക്കണക്കിന് രൂപ മാസം വരുമാനം കിട്ടുന്ന, അല്ലെ ദശലക്ഷക്കണക്കിന് രൂപ മാസം വരുമാനം കിട്ടുന്ന ഒരു ബിസിനസ് ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് മൂലധനം ആവശ്യമുണ്ട്. പക്ഷേ ഈ ഡയറക്ട് സെല്ലിംഗ് ബിസിനസിന്റെ ഒരു ഗുണം, ഇത് ഒരിക്കലും ക്യാപിറ്റൽ ഓറിയന്റഡ് അല്ല, മൂലധനമല്ല ഇതിനകത്തെ ഘടകം. ഇതിനകത്ത് ഒരു വർക്കിംഗ് ക്യാപിറ്റൽ, ഒരു പ്രവർത്തന മൂലധനം മാത്രം വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇത് ക്യാപിറ്റൽ ഓറിയന്റഡ് അല്ലെങ്കിലും
ഇത് എഫേർട്ട് ഓറിയന്റഡ് ആണ്. അധ്വാനം ഒരുപാട് ആവശ്യമുള്ളൊരു കാര്യമാണ്. ഇറ്റ് ഈസ് എൻ എഫേർട്ട് ഓറിയന്റഡ് ബിസിനസ്. അപ്പം ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്, ക്യാപിറ്റൽ ഇല്ലെങ്കിലും ഒരു വലിയ ബിസിനസ്സുകാരനാകാൻ ഡയറക്ട് സെല്ലിംഗ് നിങ്ങൾക്ക് അവസരം തരുന്നു. മറ്റ് ബിസിനസ്സുകളിൽ അത് പറ്റില്ല. രണ്ടാമത്, ഇത് മുഴുവൻ സമയമായിട്ടും ചെയ്യാം, എന്നെ പോലെ ഇത് ഫുൾ ടൈം ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇത് പാർട്ട് ടൈം ആയിട്ടും ചെയ്യാം, ജോലിയോടൊപ്പവും ചെയ്യാം, ജോലിയെ ബാധിക്കാതെയും ചെയ്യാം. അങ്ങനെ ചെയ്ത് വലിയ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ബിസിനസ്സുകൾ എത്രയെണ്ണം ഉണ്ട് നമ്മുടെ നാട്ടിൽ. രാവിലെ 9 മുതൽ 5 വരെ ജോലി ചെയ്തതിന് ശേഷം ഒരു ഓഫീസിൽ പോയി ജോലി ചെയ്തതിന് ശേഷം ബാക്കിയുള്ള സമയം കൊണ്ട് ചെയ്ത് വിജയിപ്പിക്കാവുന്ന ബിസിനസ്സുകൾ നമ്മുടെ നാട്ടിൽ എത്രയുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. ബട്ട് ദിസ് ഈസ് ഡെഫിനറ്റ്ലി ആൻ ഓപ്ഷൻ. പിന്നെ മൂന്നാമത് ഇതിന്റെ ഒരു ഗുണം, പലരും ബിസിനസ്സിൽ ഇറങ്ങാത്തത് അതിന്റെ റിസ്ക് പേടിച്ചിട്ടാണ്. അപ്പൊ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പണം നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത, അല്ലെ നമ്മുടെ റെപ്യൂട്ടേഷൻ നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത. ഇവിടെ പണം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ പണം നഷ്ടപ്പെടാൻ, മുതൽ മുടക്കില്ലാത്തതുകൊണ്ട് തന്നെ പണം നഷ്ടപ്പെടാൻ സാധ്യതയില്ല. നമ്മുടെ റെപ്യൂട്ടേഷനും നമ്മുടെ അധ്വാനവും നഷ്ടപ്പെടാനും ഇവിടെ സാധ്യതയില്ല. കാരണം ഈ ബിസിനസ്സിൽ വിജയിച്ചവർ നമ്മളെ ഈ ബിസിനസ്സിൽ സഹായിക്കും എന്നുള്ളതുകൊണ്ടാണ്. നമ്മളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നവർക്ക് വിജയിക്കണമെങ്കിൽ നമ്മുടെ വിജയവും ഒരു അവശ്യ ഘടകമായതുകൊണ്ട് തന്നെ അവർ നമ്മളെ സഹായിക്കും എന്നുള്ളതിനാൽ നമുക്കൊരു എഫേർട്ട് ലോസോ ഒരു റെപ്യൂട്ടേഷൻ ലോസോ ഉണ്ടാവില്ല. നമ്മുടെ വിജയ സാധ്യത മറ്റ് ബിസിനസ്സുകളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. പിന്നെ നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്, നമ്മൾ എന്തുകൊണ്ട് ഈ ബിസിനസ് ചെയ്യുന്നത് ചോദിച്ചാൽ ടൈം ലിവറേജ്. അതാണ്. അതായത് നമ്മളെല്ലാം വി യൂസ് ടു ട്രേഡ് വിത്ത് ടൈം. നമ്മളൊരു ജോലിയിലാണെങ്കിൽ വി ആർ ട്രേഡിംഗ് വിത്ത് അവർ ടൈം. അതായത് ഇഫ് യു വർക്ക് ഫോർ 30 days we will get full salary. If you work for 15 days we will get only half salary. Means practically we are trading with time. അതായത് ഒരു ദിവസം 8 മണിക്കൂർ ജോലി ചെയ്യുകയാണെങ്കിൽ 15 ദിവസം 15 × 8 120 മണിക്കൂർ നമ്മൾ ജോലി ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പകുതി ശമ്പളം കിട്ടുന്നുള്ളൂ. 30 ദിവസമാണെങ്കിൽ അത് 240 മണിക്കൂറായി വി ഷാൽ ഗെറ്റ് ദ ഫുൾ സാലറി. അപ്പം ഇവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ നിങ്ങളുടെ നെറ്റ്വർക്കിൽ ഒരു 99 പേരുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളടക്കം 100 പേർ. നിങ്ങൾ ഓരോരുത്തരും ഒരു ദിവസം 1 മണിക്കൂറാണ് അധ്വാനിക്കുന്നതെങ്കിൽ നിങ്ങളുടെ 1 മണിക്കൂറിന്റെ മാത്രമല്ല, ബാക്കിയുള്ള 99 ആളുകളുടെ 1 മണിക്കൂറിന്റെ ഗുണവും കൂടി നിങ്ങൾക്ക് കിട്ടുന്നു. കാരണം യു ആർ ദ ലീഡർ ഓഫ് ദറ്റ് നെറ്റ്വർക്ക്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂർ പ്രവർത്തിച്ചുകൊണ്ട് 100 മണിക്കൂറിന്റെ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബെനിഫിറ്റ് നമുക്ക് ഇവിടെ കിട്ടുന്നു. വേറൊരു ജോലിയിൽ നമ്മൾ ഒരു ദിവസം 8 മണിക്കൂർ ജോലി ചെയ്യുന്ന വ്യക്തി ഒരു അധ്യാപകനാണെങ്കിൽ വൈകിട്ട് ഒരു ട്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പോയാൽ അദ്ദേഹത്തിന് അഡീഷണൽ ആയിട്ട് ഒരു 4 മണിക്കൂർ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയും. ഒരു 12 മണിക്കൂർ അല്ലെ 14 മണിക്കൂർ കൂടുതൽ ഒരു വ്യക്തിക്കും പ്രാക്ടിക്കലായിട്ട് ഒരു ദിവസം ജോലി ചെയ്യാൻ പറ്റില്ല. അതും തുടർച്ചയായിട്ട് ഒരു മാസം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ ഈ ഒരു ടൈം ലിവറേജിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പം ആ ടൈം ലിവറേജിന്റെ ബെനിഫിറ്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ 1 മണിക്കൂർ മാത്രം പ്രവർത്തിച്ച് 100 മണിക്കൂറിന്റെ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അടുത്തതായിട്ട് ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ് ക്യാൻ ബി ബിൽഡ് ഡിജിറ്റലി. ഇപ്പൊ ഞാൻ അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന കമ്പനി തന്നെ നോക്കുകയാണെങ്കിൽ ആ കമ്പനിക്ക് അമേരിക്കയിൽ ഓപ്പറേഷൻസ് ഉണ്ട്. ഇന്ത്യയിലിരിക്കുന്ന നിരവധി ആളുകൾ അമേരിക്കയിൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുകയും ഇന്ത്യയിലിരുന്ന് വരുമാനം സമ്പാദിക്കുകയും ചെയ്യും. അവരാരും ഇംഗ്ലീഷ് അറിയുന്നവരാണോ എന്നില്ല, അവരാരും അമേരിക്കയിൽ പോയിട്ടുള്ളവരുമല്ല. പക്ഷെ ഇന്ത്യയിലിരുന്നുകൊണ്ട് അവർ അമേരിക്കയിലുള്ള ആളുകളെ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെടുന്നു. സൂം പോലുള്ള അല്ലെങ്കിൽ വെബെക്സ് പോലുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് അവരോട് ഈ പ്രോഡക്റ്റുകളെ പറ്റി പറഞ്ഞ് സംസാരിക്കുന്നു. അമേരിക്കയിൽ പ്രോഡക്റ്റുകൾ വിറ്റഴിക്കുന്നു. അമേരിക്കയിൽ ഡിസ്ട്രിബ്യൂട്ടർമാരെ അപ്പോയിന്റ് ചെയ്തു. ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് വരുമാനം ഉണ്ടാക്കും. അതായത് നമുക്ക് ഈവൻ ബൈ സിറ്റിംഗ് ഇൻ എ ഡിസ്ട്രിക്ട് ലൈക്ക് വയനാട് യു ക്യാൻ ഡു ബിസിനസ് അക്രോസ് ദ ഗ്ലോബ്. ദാറ്റ് ഈസ് വാട്ട് ഐ എം ട്രൈങ് ടു സേ. എന്തുകൊണ്ട് നമ്മൾ ഡയറക്ട് സെല്ലിംഗ് ചെയ്യണമെന്നുള്ളത്. പിന്നെ എനിക്ക് അതിനകത്ത് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഈ ടാക്സ് ഇവേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം, നികുതി വെട്ടിപ്പ് ഒരിക്കലും ഈ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ ഉണ്ടാവത്തില്ല. കാരണം എല്ലാം കണക്കുള്ളത് കൊണ്ട് തന്നെ നികുതി വെട്ടിച്ച് നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഈ നികുതി വെട്ടിക്കുക എന്ന് പറയുന്ന ഒരു മിടുക്കുള്ള കാര്യമല്ല, അതൊരു മോശം കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാത്മാഗാന്ധി സേസ് വെൻ എ നേഷൻ ഈസ് ബിൽഡ് വെൻ ടാക്സസ് ആർ പെയ്ഡ്. അപ്പം നികുതികൾ കൃത്യമായിട്ട് ഗവൺമെന്റിന് അടയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു തുറന്ന പുസ്തകമായിരിക്കുന്ന ഒരു ബിസിനസ് മോഡലാണ് ഡയറക്ട് സെല്ലിംഗ്. അത് എനിക്ക് ഇവിടെ എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ഡയറക്ട് സെല്ലിംഗ് ചൂസ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഒരു അഭിമാനമുള്ള ഒരു പൗരൻ, ഉത്തരവാദിത്തമുള്ള ഒരു പൗരൻ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് മോഡലാണ്. പിന്നെ അടുത്ത ഒരു കാര്യമാണ് ഹൗ ബിഗ് ഈസ് ദിസ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. ഇതിനെപ്പറ്റി പലർക്കും പലരുടെയും ധാരണ ഇത് ഒരു ചെറിയൊരു പരിപാടിയാണ്, അങ്ങനെയുള്ള ഒരു ധാരണയാണ്. അങ്ങനെയല്ല.
ഗ്ലോബലി 2018-19 സാമ്പത്തിക വർഷത്തിൽ $192 ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ പ്രോഡക്ട്സ് ആണ് ഈ മോഡലിലൂടെ വിറ്റഴിക്കപ്പെട്ടത്. അതായത് ഇഫ് യു കൺവേർട്ട് ടു ഇന്ത്യൻ റുപ്പി ഇറ്റ് കംസ് 15 lakh crore rupees. ഐ വുഡ് സേ ഒരു 15 lakh അല്ല, സോറി, ഒരു 14.5 lakh, ഏകദേശം 15 ലക്ഷം കോടി രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് ഒരു വർഷം ഇതിലൂടെ വിറ്റഴിക്കപ്പെട്ടത്. ഇപ്പൊ ഈ COVID-19 ഔട്ട് ബ്രേക്കിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പൊ പ്രൈം മിനിസ്റ്റർ പ്രഖ്യാപിച്ചിരിക്കുന്ന പാക്കേജ് എന്ന് പറയുന്നത് 20 ലക്ഷം കോടി രൂപയുടെയാണ്. എന്നാൽ ഈ ബിസിനസ്സിലൂടെ ഒരു വർഷം വിറ്റഴിക്കപ്പെടുന്ന പ്രോഡക്റ്റിന്റെ കണക്ക് എന്ന് പറയുന്നത് 15 ലക്ഷം കോടി രൂപയുടെയാണ്. സോ യു ക്യാൻ ഇമാജിൻ ഇറ്റ് ഇസ് സോ ബിഗ്. അമേരിക്ക, ചൈന മുതലായ രാജ്യങ്ങളിൽ 35 മുതൽ 36 ബില്യൺ ഡോളർ വരെയാണ് ഒരു വർഷത്തെ ഈ ബിസിനസിന്റെ വിറ്റുവരവ്. അതായത് 35-36 ബില്യൺ ഡോളറിന്റെ മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ പീപ്പിൾ ആർ ബൈയിങ് ഫ്രം ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്. അതേസമയം അത് നമ്മുടെ ഇന്ത്യയിൽ ഏതാണ്ട് അമേരിക്കയുടെ 4 ഇരട്ടിയിലേറെ ജനസംഖ്യയുള്ള ഇന്ത്യയിൽ, ചൈനയോളം ജനസംഖ്യയുള്ള ഇന്ത്യയിൽ അത് ശരിക്കും വെറും 1.5 ബില്യൺ ഡോളർ മാത്രമാണ്. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ അമേരിക്കയിലും ചൈനയിലും നടക്കുന്ന ബിസിനസിന്റെ ഒരു 3-4% ബിസിനസ് മാത്രമേ സത്യത്തിൽ ഇന്ത്യയിൽ നടക്കുന്നുള്ളൂ. ശരിക്കും നമ്മൾ നോക്കണം, മലേഷ്യ എന്ന് പറയുന്നത് കേരളത്തെക്കാൾ ജനസംഖ്യ കുറവുള്ള രാജ്യമാണ്. ആ മലേഷ്യയിൽ ഇന്ത്യയിൽ നടക്കുന്നതിനേക്കാൾ 3 ഇരട്ടി ബിസിനസ് നടക്കുന്നു എന്നുള്ളതാണ് മലേഷ്യയിൽ ഇതിന്റെ. അപ്പം നമുക്ക് വരും ദിവസങ്ങളിൽ, കാരണം ഇന്ത്യയിൽ ഈ ബിസിനസ് നിയമപരമാകുന്നതിന് ഒത്തിരി വൈകി, അത് കാരണം ഒരുപാട് ആളുകൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരാതിരുന്നു. പലരും ഈ പല തെറ്റായ കമ്പനികളുടെ കയ്യിൽ ചെന്ന് പെട്ടു. അങ്ങനെ വെള്ളവും ആസിഡും കണ്ടാൽ ഒരുപോലെ ഇരിക്കും, പക്ഷെ വെള്ളം ആണെന്ന് കരുതി ആസിഡ് എടുത്ത് കുടിച്ചാൽ ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ പല ആളുകൾക്കും അത് പറ്റിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ, എന്നാൽ മലേഷ്യയിൽ ഇത് 1993 തന്നെ വ്യക്തമായ നിയമങ്ങൾ വന്നു. അമേരിക്കയിൽ 1979 വന്നതാണ്. അപ്പം ഈ ഇൻഡസ്ട്രിക്കുള്ള ഏക പോരായ്മ എന്ന് പറയുന്നത് ആ ഒരു കാര്യം മാത്രമാണ്. ശരിയായ കമ്പനി ചൂസ് ചെയ്യുന്നതിന് ആളുകൾ സ്വന്തം ബുദ്ധി ഉപയോഗിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പരിമിതി. വടവർ സെഡ് ആൻഡ് ഡൺ, ഇതൊരു വളരെ വലിയൊരു ഇൻഡസ്ട്രിയാണ്. ഇന്ത്യയിൽ ഇപ്പം ഫിക്കി എന്ന് പറയുന്ന ഇന്ത്യയിലെ വ്യവസായ സ്ഥാപനങ്ങളുടെ ഒരു അസോസിയേഷൻ ആണ്. KPMG എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ 4 ഓഡിറ്റിംഗ് ഫേമുകളിലൊന്നാണ്. വേൾഡ് ബാങ്ക് ഒക്കെ ഓഡിറ്റ് ചെയ്യുന്ന ഫേമാണ്. ഈ 2 ഗ്രൂപ്പുകളും കൂടി ചേർന്നുകൊണ്ട് ഒരു പഠനം ഇന്ത്യയിലെ ഡയറക്ട് സെല്ലിങ്ങിനെ പറ്റി നടത്തുകയും അവരത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അത് പ്രസിദ്ധീകരിച്ചത് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി രാംവിലാസ് പാസ്വാനാണ്. അപ്പൊ തന്നെ ആ റിപ്പോർട്ടിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് ഊഹിക്കാം. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: 2025 ആകുമ്പോഴേക്കും 1,80,00,000 ഇന്ത്യക്കാർ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരും എന്നാണ് ആ റിപ്പോർട്ട് പറയുന്നത്. അതിൽ 1 കോടിയും വനിതകളായിരിക്കും എന്നും പറയുന്നു. അപ്പോൾ വനിതകൾക്ക് വരുമാനം ഉണ്ടാകേണ്ടത് ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് വളരെ ആവശ്യമാണ്. അപ്പം അതാണ് ഈ ബിസിനസിന്റെ ഒരു കണ്ടീഷൻ. 64,500 കോടി 64,500 കോടി എന്ന് പറയുമ്പോൾ അത് എഴുതുമ്പോഴത്തെ കണക്കനുസരിച്ചാണെങ്കിൽ 10 ബില്യൺ അമേരിക്കൻ ഡോളർ. ഇപ്പോഴാണെങ്കിൽ അത് 75,000 കോടി. 75,000 കോടി രൂപയുടെ ഉൽപ്പന്നങ്ങൾ ഒരു സാമ്പത്തിക വർഷം 2025 ആകുമ്പോഴേക്കും ഇന്ത്യയിൽ ഈ മേഖലയിലൂടെ വിറ്റഴിക്കപ്പെട്ടിരിക്കും എന്നാണ് ഫിക്കി KPMGയുടെ റിപ്പോർട്ട് പറയുന്നത്. അപ്പൊ അത്ര ആധികാരികമായ ഒരു റിപ്പോർട്ടാണ്. അപ്പം വരും ദിവസങ്ങളിൽ ഈ മേഖല വളരുവോ ഇല്ലയോ, ഇതിനകത്ത് ആളുകൾ കടന്നു വരുവോ, ഇതിലൂടെ ആളുകൾ ഉൽപ്പന്നങ്ങൾ വിൽക്കുവോ, ജനം വാങ്ങുവോ എന്നുള്ള ചോദ്യത്തിനെല്ലാം വിദഗ്ധരുടെ ഉത്തരം നമ്മുടെ മുന്നിൽ ഓൾറെഡി ഉണ്ട്. അതേപോലെ തന്നെ വലിയ വലിയ കമ്പനികൾ ഈ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം നമുക്കറിയാം ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഇന്ത്യയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സർഫ്, പിന്നെ ലെക്സ് പോലുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഹിന്ദുസ്ഥാൻ കമ്പനി, അതിന്റെ മുഴുവൻ പേര് ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്നാണ്. യൂണിലിവർ ആണ് അതിന്റെ പേരന്റ് കമ്പനി. അത് UK ബേസ്ഡ് കമ്പനിയാണ്. ഈ UK ബേസ്ഡ് യൂണിലിവർ, ദ പേരന്റ് കമ്പനി ഓഫ് ഹിന്ദുസ്ഥാൻ, ഹാസ് എ ഡയറക്ട് സെല്ലിംഗ് കമ്പനി കോൾഡ് ദ ലിവർ നെറ്റ്വർക്ക്. ഈ ലിവർ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു കമ്പനി ഇന്ത്യയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല, നേരത്തെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്ത്യയിൽ നിയമങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ വളരെ അസംതൃപ്തരായി ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ അവർ അവസാനിപ്പിച്ചു. പക്ഷെ ലോകത്ത് അവരുടെ പ്രവർത്തനങ്ങൾ എപ്പോഴും വളരെ ശക്തമായി നടക്കും. അതേപോലെ വാറൻ ബഫറ്റ് എന്ന് പറയുന്നത് തന്റെ സമ്പത്തിന്റെ 99% ദാനം ചെയ്ത വ്യക്തിയാണ്. ഒരു കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു. ഇന്നും ലോകത്തെ ഏറ്റവും വലിയ 3-4 സമ്പന്നരിൽ ഒരാളാണ് അദ്ദേഹം. തന്റെ സ്വത്തിന്റെ 99% ദാനം ചെയ്ത അത്രയും നല്ലൊരു വ്യക്തി. അദ്ദേഹത്തിനും സ്വന്തമായി ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഉണ്ട്. പാംബേർഡ് ഷെഫ് എന്നാണ് പേര്. അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്.
ഇനി നമ്മുടെ ഏഴാമത്തെയും അവസാനത്തെയുമായ പോയിന്റ്, ദ ഫൈനൽ പോയിന്റ് ഇസ്, ഇതൊരു എൻ്റെ ഒരു അഡ്വൈസ് ആണ്. നിങ്ങൾ ആദ്യം ഈ ബിസിനസിനെ പറ്റിയുള്ള ഒരു പെർസെപ്ഷണൽ ഇഷ്യൂസ് നിങ്ങളൊന്ന് മാറ്റി വെക്കണം. ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ വീടാന്തരം പോയി ഡോറിൽ മുട്ടി സാധനം വിൽക്കണ്ടേ, എന്റെ അഭിമാനം അതിന് സമ്മതിക്കില്ല, അങ്ങനെ കരുതുന്നു. ഇവിടെ വീടാന്തരം അങ്ങനെ കയറി ഇറങ്ങുമൊന്നും വേണ്ട, പരിചയമില്ലാത്ത വീട്ടിലൊന്നും നമ്മളാരും പോകേണ്ട കാര്യമില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ സെല്ലിംഗ് ഒന്നും പഴയതുപോലെ വീട്ടിൽ പോയിരുന്ന് പറഞ്ഞു കൊടുത്തിട്ടല്ല. ഇതിനൊക്കെ നല്ല നല്ല വീഡിയോകളുണ്ട് ഓരോ പ്രോഡക്റ്റിനെ പറ്റി. അത് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും അയച്ചു കൊടുത്ത് അവർക്ക് ആ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ അവർക്ക് ഓൺലൈനിൽ തന്നെ ആ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാം. ബൈ കൊറിയർ പ്രോഡക്റ്റ് അവരുടെ വീട്ടിൽ കിട്ടിക്കോളും. നിങ്ങളുടെ ലാഭം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ വന്ന് വീണോളൂ. അപ്പം പിന്നെ എങ്കിലും എനിക്കൊരു കാര്യം പറയണ്ട, ഈ സെയിൽസ് ഞാൻ ചെയ്യില്ല അങ്ങനെ ചിന്തിക്കരുത്. സെയിൽസ് എന്ന് പറയുന്നത് ഒരു മോശം വാക്കൊന്നുമല്ല. സെല്ലിംഗ് ഈസ് നോട്ട് ബെഗിങ്, അങ്ങനെ കരുതരുത്. ഇപ്പം ലോകത്ത് ഏത് കമ്പനി എടുത്തു നോക്കിയാലും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും കമ്പനികൾക്ക് ചെലവാണെങ്കിൽ ദ ഓൺലി റവന്യൂ ജനറേറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഫോർ എനി കമ്പനി ഇൻ ദിസ് വേൾഡ് ഇസ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്. സോ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഈസ് ദ ബ്ലഡ് ലൈൻ ഓഫ് എനി ഓർഗനൈസേഷൻ. അപ്പം അത് വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ളൊരു ജോലിയാണ്. ഇന്നത്തെ പഴയ കാലമൊന്നുമല്ല ഇന്നിപ്പം ഇഫ് യു ലുക്ക് അറ്റ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ദ പ്രസിഡന്റ്സ്, അവർ ഒരു രാജ്യത്തു നിന്ന് വേറെ രാജ്യത്തോട്ട് പോയ അതിർത്തി ചർച്ചയൊക്കെ അവർ 5 മിനിറ്റ് പറഞ്ഞിട്ട് ദേ ടോക്ക് മോർ അബൌട്ട് ബിസിനസ്. ഇറ്റ്സ് ഈവൻ ഇൻ ഓർഡർ ടു ബിക്കം എ സക്സസ്ഫുൾ പ്രൈം മിനിസ്റ്റർ യു നീഡ് ടു ബിക്കം എ ഗുഡ് സെയിൽസ്മാൻ. Selling is very important. You look at Narendra Modi, look at Donald Trump. They all are talking about the sales and selling. It's like we are dealing a small product. They may be dealing with a very high-end product. That's all is the difference. സെക്കൻഡ് ഒരു പെർസെപ്ഷണൽ ഇഷ്യൂ ആണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആളെ പിടിക്കുന്ന ബിസിനസ്സാണ്, ആൾക്കാരെ ചേർക്കുന്ന ബിസിനസ്സാണ്. അങ്ങനെ നിങ്ങൾ കരുതരുത്. നമ്മളൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഒരാൾക്ക് കൊടുക്കുന്നു, അയാൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അയാൾ ഓപ്പർച്യൂണിറ്റി എടുക്കുന്നു, അയാൾ അതിലൂടെ സാധനം വാങ്ങി വെക്കുന്നു. അല്ലാതെ മെമ്പർ ഉണ്ടാക്കുന്ന പരിപാടിയൊന്നുമല്ല. ഇപ്പം ആളെ പിടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാ കമ്പനികളും ആളെ പിടിക്കല്ലേ ചെയ്യുന്നത്. ഇപ്പം ഏത് പരസ്യങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ അത് മനുഷ്യനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പൊ പെറ്റ് സോപ്പ്, ഇപ്പൊ പട്ടിക്കുട്ടിയെ കുളിപ്പിക്കാനുള്ള സോപ്പിന്റെ പരസ്യം, അല്ലെ കാലിത്തീറ്റയുടെ പരസ്യം, അതിപ്പോ പശുവിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു പരസ്യം ഇട്ടിട്ട് കാര്യമില്ലല്ലോ. മനുഷ്യനെ അട്രാക്ട് ചെയ്യുന്ന പരസ്യം ഇട്ടാലല്ലേ മനുഷ്യനെ ആ തീറ്റ വാങ്ങി പശുവിന് കൊടുക്കുള്ളൂ. അപ്പം എല്ലാ കമ്പനികളും എല്ലാ ബിസിനസ്സുകളും മനുഷ്യന്റെ പുറകെയാണ്. അതുകൊണ്ട് ഇത് മാത്രം മനുഷ്യന്റെ പുറകെയാണെന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. പിന്നെ മൂന്നാമതൊരു പെർസെപ്ഷണൽ ഇഷ്യൂ, പ്രത്യേകിച്ചും ഇപ്പം പിന്നെ കേരളത്തിൽ ഇപ്പം എന്നെ പോലെ ഒരു ഇടത്തരം കർഷക കുടുംബത്തിൽ നിന്ന് വരുന്ന എന്നെ പോലെയുള്ള ഒരാളുകൾ കുടുംബ പശ്ചാത്തലത്തിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് പണം ഉണ്ടാക്കുന്നത് പാപമാണ്, പണത്തെ പറ്റി സംസാരിക്കുന്നത് വലിയൊരു തിന്മയാണ്. അങ്ങനെയുള്ള ധാരണകളൊക്കെ നമ്മൾ മലയാളികൾ മാറ്റിവെക്കണം. കാരണം മണി ഈസ് നോട്ട് സിൻ, പണം ഒരു പുണ്യമാണ്. അപ്പം പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവർക്ക് ഗുണം ചെയ്യാനും കഴിയുള്ളൂ. അപ്പൊ പണം ഉണ്ടാക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നതും അതിനെപ്പറ്റി സംസാരിക്കുന്നതും അതിനെപ്പറ്റി ആളുകളോട് പറയുന്നതും ഒക്കെ ഒരു മോശമാണ്, മൂടി വെക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ഹിപ്പോക്രസിയുടെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ പറയുകയും ചെയ്യും, എന്നിട്ട് പണത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യും. അപ്പം അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് അങ്ങനെ ഒരു മൂടുപട വിട്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം ഇവിടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ സ്റ്റേജിൽ കയറി ഞാൻ ഇത്ര രൂപ ഉണ്ടാക്കി എന്ന് സത്യം വിളിച്ചു പറയുന്ന രീതിയിലാണ് ഞങ്ങൾ ഇവിടെ ആളുകളെ തയ്യാറാക്കുന്നത്. പണം ഉണ്ടാക്കേണ്ടത് നല്ലത് തന്നെ. പലപ്പോഴും ആളുകൾക്കുള്ള ധാരണ എനിക്ക് കിട്ടുന്ന പണം വേറൊരുത്തനുണ്ടാവുന്ന ഒരു നഷ്ടമാണ്. പ്രത്യേകിച്ചും മലയാളത്തിലൊക്കെ പറയുന്ന കച്ചവടം എന്ന് പറഞ്ഞാൽ കച്ചകവടം, ഒരുത്തിനെ പറഞ്ഞ് പറ്റിക്കലാണ് കച്ചവടം. ഇങ്ങനെയുള്ള കുറെ അബദ്ധ ധാരണകളൊക്കെ നമ്മുടെ കുറെ സിനിമകളും കുറെ ചിന്താധാരകളും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നും അല്ല. കച്ചവടം എന്ന് പറയുന്നത് ശരിക്കും വാങ്ങുന്നവനും വിൽക്കുന്നവനും ഒരുപോലെ ഗുണം ഉണ്ടാക്കുന്നുണ്ട്. അംബാനി ഒരു കച്ചവടക്കാരനാണ്. അംബാനി ജിയോ എന്ന് പറയുന്ന ടെലികോം കമ്പനി ഉണ്ടാക്കി അദ്ദേഹം വലിയ ലാഭം ഉണ്ടാക്കുന്നു എന്ന് കരുതി ജിയോയുടെ സിം കാർഡ് വാങ്ങിയിട്ടുള്ള ആർക്കെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടോ? അവർക്കും ലാഭമല്ലേ ഉണ്ടായിട്ടുള്ളത്. അതാണ് ശരിയായ ബിസിനസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ മറ്റൊരു പെർസെപ്ഷനുള്ള ഇഷ്യൂ നമ്മൾ മാറ്റി വെക്കേണ്ടത്, ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പ്രത്യേകിച്ച് മില്ലേനിയൽസ്, അവന്റെയൊക്കെ ഒരു പ്രശ്നം ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം. അങ്ങനെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപാടിയും ലോകത്തില്ല. അല്ലെങ്കിൽ നമ്മൾ എക്സെപ്ഷണലി ടാലന്റഡ് ആയിരിക്കണം. ലയണൽ മെസ്സിയെ പോലെ അല്ലെ മാർക്ക് സക്കർബർഗിനെ പോലെയൊക്കെ ആയിരിക്കണം. ബട്ട് ദ ഇഷ്യൂ ഈസ് എക്സെപ്ഷൻസ് ആർ നോട്ട് എക്സാമ്പിൾസ്. അതിനെ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റില്ല. പണം ഉണ്ടാക്കുന്നതിന് നമ്മൾ അതിൻ്റെതായ സമയം ചെലവാക്കേണ്ടി വരും, അതിൻ്റെതായ അധ്വാനം ഇടേണ്ടി വരും. പക്ഷേ ഈ പെർസെപ്ഷൻസ് ഒക്കെ മാറി വരും. കാരണം ഇന്നിപ്പം കുടിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്പിരിറ്റ് ഇന്ന് കൈ കഴുകാൻ വേണ്ടിയാണ് ആളുകൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ വരുമെന്ന് ആരും കരുതിയിരുന്നതല്ല. അപ്പം ഇതും മാറും. എനിക്ക് തന്ന സമയം കഴിഞ്ഞിരിക്കുന്നു. ഹോപ്പ് ഐ ഹാവ് covered my points. Over to the moderator.
ഓക്കെ, താങ്ക് യു സാർ. വളരെ ആധികാരികമായിട്ടായിരുന്നു, ഓരോ മേഖലയിലും സാറ് തൊട്ടുപോകുമായിരുന്നു. സാറ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ അതിനകത്തോട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാവുന്ന രീതിയിൽ ആ രീതിയിലുള്ള ഒരു ചോദ്യമാണ് എൻ്റെ അകത്തുള്ളത്. അതായത് പിന്നെ സാർ, കുറെ അധികം ഫ്രോഡുകൾ ഈ ഒരു കമ്പനികളുടെ രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് മോഡൽ ഒരു സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ? So my answer to that is, fraudulent companies are very much here in India. The reason is our legal system is still evolving, but it is by far better than the time if you compare with the times which I started this business. So that way things are much better now, but this issue will be there for another 10 years. But after 10 years, it will be at par with American standards or Singapore standards. So there won't be any illegal companies in this field. Like if you look at banking in India, insurance in India, there is no illegal companies. But it will take another 10 years for direct selling to reach that level. But can't we wait till 2030 to start this business? Can we afford to lose the next 10 years? No. So let us apply our practical wisdom. As I said, I will post a link now. ഞാനൊരു ലിങ്ക് പോസ്റ്റ് ചെയ്യാം. ആ ലിങ്കിനകത്ത് ഒരു 10 കമ്പനികളെ പറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. ആ 10 കമ്പനികളിൽ ഏതെങ്കിലും ഒരു കമ്പനിയിലാണ് നിങ്ങൾ അസോസിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒരു ലീഗൽ ആയിട്ടുള്ള ഒരു കമ്പനിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും. പക്ഷെ മോശം കമ്പനികൾ അപ്പോഴും ഇവിടെ ഉണ്ടാവും. ഇപ്പൊ പോലീസ് സ്റ്റേഷൻ നമ്മുടെ നാട്ടിലുണ്ട്, അത് കരുതി കള്ളന്മാരില്ലാണ്ടാവുന്നില്ലല്ലോ. മോശം കമ്പനികൾ അവിടെ ഉണ്ടാവും, അവരത് ചെയ്തോട്ടെ. നല്ല കമ്പനിയാണെന്ന് നമുക്ക് ബോധ്യമുള്ളതുകൊണ്ട് നല്ല കമ്പനികൾ നമുക്ക് ചെയ്യാം. ഈ 10 കമ്പനികളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സേഫായി, നിങ്ങൾ കൊണ്ടുവരുന്ന കാര്യവും സേഫായി എന്ന് കരുതി ബാക്കി എല്ലാവരെയും സേഫ് ആക്കിക്കൊണ്ട് നമുക്ക് ചെയ്യല് അത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല, ഗവൺമെന്റിന്റെ കയ്യിലുള്ള കാര്യമാണ്. പിന്നെ ആരെങ്കിലും നിങ്ങളോട് അതിനെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയണം, ഒരു കൂടയ്ക്കകത്ത് 10 തക്കാളി ഉണ്ടെങ്കിൽ അതിൽ 7 തക്കാളിയും ചീത്തയാണെങ്കിൽ നിങ്ങൾ പറയും ആ കൂട മൊത്തം ചീത്തയാണെന്ന്. പക്ഷെ അതിനകത്ത് 3 നല്ല തക്കാളി ഉണ്ട്. അപ്പോ ഇവിടെ മനുഷ്യർക്ക് ഈ ബിസിനസ് മോഡൽ ആവശ്യമാണ്. എനിക്ക് വേറൊരു വരുമാനം കൂടി വേണം, അല്ലെ എനിക്കൊരു ഫുൾ ടൈം കരിയർ ആയിട്ട് ഇത് വേണം എന്ന് ചിന്തിക്കുന്നവർക്ക് ഇപ്പം ഇതേ ഉള്ളൂ സാഹചര്യം. ഈ സാഹചര്യത്തിൽ നമ്മൾ ഇത് ചെയ്യേണ്ടി വരും. Okay, the next question is, what is your tip for a person who is first attempting to this direct selling business? So how can they understand it as a legal company? No, see, as far as the legality is concerned, I have already applied. There are answered. There are various measures to check the legality of a company. But if a legal company is doing an illegal act, again we will be in trouble. See, for example, I know one company. That company is listed in stock market, National Stock Exchange. It is listed in National Stock Exchange of India. Of course, it's a legal company, very old company, but they did a concept selling business instead of direct selling business by using the multi-level marketing compensation plan. So that way, even if the company is legal also, it will be very, very difficult to differentiate a good company. So that way, prima facie, I can say you look at the products of that company. That product should be consumer products for sure. Those products, can I sell to a customer without talking about the opportunity behind it? ഇതിനകത്തൊരു ബിസിനസ് ഉണ്ട്, ഈ പ്രോഡക്റ്റ് വാങ്ങിയാൽ നിങ്ങൾക്കൊരു ബിസിനസ് അവസരവും കിട്ടും എന്ന് പറയാതെ പ്രോഡക്റ്റിന്റെ ഗുണങ്ങൾ മാത്രം പറഞ്ഞ് ആ വിലയ്ക്ക് ആ പ്രോഡക്റ്റ് ഒരു കസ്റ്റമർക്ക് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രോഡക്റ്റുകൾ വിൽക്കുന്ന കമ്പനികൾ ജെനുവിൻ കമ്പനികളാണ്, ഡയറക്ട് സെല്ലിംഗ് കമ്പനികളാണ്, കോൺസെപ്റ്റ് സെല്ലിംഗ് കമ്പനികളല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം ഇനിയും അതിനകത്ത് ഒരുപാട് മെഷേഴ്സ് നമുക്കുണ്ട്. അതൊന്നും ഇപ്പൊ ഇവിടെ പെട്ടെന്ന് പറയാൻ എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു എളുപ്പത്തിൽ പറയാവുന്ന ഒരു ഉപദേശം ഞാൻ ഇപ്പൊ പറഞ്ഞൊരു ഉപദേശമാണ്. രണ്ടാമത് പറഞ്ഞാൽ എനിക്കൊരു ഉപദേശം, നിങ്ങളൊരു ഡയറക്ട് സെല്ലിംഗ് കരിയർ ആയിട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഞാൻ ഈ ലിങ്കിൽ പോസ്റ്റ് ചെയ്യുന്ന 10 കമ്പനികളിൽ ഏതെങ്കിലും ഒരു കമ്പനി തിരഞ്ഞെടുക്കും. സാർ, അടുത്തൊരു ചോദ്യം ഉള്ളത്, കേരളത്തിൽ ഇത്തരത്തിലുള്ള എത്ര കമ്പനികളുണ്ട്? ഇതിനെ സംബന്ധിച്ച് ഗവൺമെന്റിന്റെ ലെവലിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. കേരളത്തില് ഇത്തരത്തിലുള്ള കമ്പനികളുടെ പ്രവർത്തനം പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു നോഡൽ അതോറിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഈ നോഡൽ അതോറിറ്റിയുടെ അധ്യക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സിന്റെ ബഹുമാനപ്പെട്ട സെക്രട്ടറിയാണ്, ഒരു IAS ഓഫീസറാണ്, മാഡം മിനി ആന്റണി, അവരാണെന്ന് തോന്നുന്നു.
അവരാണ് ഇതിന്റെ അധ്യക്ഷ. പക്ഷേ ഈ നോഡൽ അതോറിറ്റി ഒന്നും അങ്ങനെ പ്രവർത്തനം അങ്ങനെ ശക്തമായിട്ട് തുടങ്ങിയിട്ടില്ല. പിന്നെ കേരളത്തിൽ ഡയറക്ട് സെല്ലിംഗിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പരിശീലനം കൊടുക്കുന്നതിന് വേണ്ടി കേരള ഗവൺമെന്റിന്റെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഒരു ദിവസത്തെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം, ഡൂസ് ആൻഡ് ഡോൺസ് ഓഫ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നൊരു ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് സർട്ടിഫിക്കറ്റ് നേടുകയും ഇതിനെപ്പറ്റി അറിവുകൾ കരസ്ഥമാക്കാവുന്നതുമാണ്. പക്ഷെ നിലവിൽ അത് ഏതെങ്കിലും കമ്പനിയുടെ ഡയറക്ട് സെല്ലർ ആയിരിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ, അവര് സൗകര്യം കൊടുക്കുന്നുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഓക്കെ സാർ, ഈ ഒരു അടുത്തൊരു ചോദ്യം ഉള്ളത്, ഈ ഒരു ബിസിനസ് മോഡലിന്റെ അനന്ത സാധ്യതകളെ കുറിച്ച് സാർ സംസാരിച്ചു. പക്ഷെ ഈ ഒരു ബിസിനസ് മോഡലിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് തലത്തിൽ നിന്നുള്ള ഇനിഷ്യേറ്റീവ്സ് എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ചോദ്യം. ഇതിനകത്ത് എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. കാരണം ഡയറക്ട് സെല്ലിംഗ് ഗൈഡ് ലൈൻ 2016 ഗവൺമെന്റിന്റെ ഒരു ഇനീഷ്യേറ്റീവാണ്. അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് അവർ ചെയ്തിട്ടാണ് ഇതിനൊരു മാർഗനിർദ്ദേശം വന്നിരിക്കുന്നത്. രണ്ടാമത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 പുതിയ നിയമമാണ്. ആ നിയമത്തിൽ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനെ ഒരു വാലിഡ് ഇക്കണോമിക് ആക്ടിവിറ്റി ആയിട്ട് അവർ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, നിയമപരമായിട്ട് അതിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ആക്ടിവിറ്റിയാണ്. മൂന്നാമത് അനുരാഗ് ഠാക്കൂർ, നമ്മുടെ കേന്ദ്രമന്ത്രി, ഇന്നലെയോ മിനിഞ്ഞാന്നോ മറ്റോ ഒരു വാർത്താ സമ്മേളനത്തിൽ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ ഈ COVID-19 സിറ്റുവേഷനിൽ നിന്ന് വെളിയിൽ കിടക്കാനുള്ള ഒരു മാർഗമായിട്ട് അദ്ദേഹം പ്രസ്താവിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഉപഭോക്തൃകാര്യമന്ത്രി ശ്രീ തിലോത്തമൻ സാറ് അദ്ദേഹത്തിന്റെ ഒരു ഏഷ്യാനെറ്റ് ന്യൂസുമായിട്ടുള്ള അഭിമുഖത്തില് അദ്ദേഹവും ഞങ്ങള് ഇ കോമേഴ്സിനെയും ഡയറക്ട് സെല്ലിങ്ങിനെയാണ് ഞങ്ങള് ഈ പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ കേരള ഗവൺമെന്റ് മറ്റൊരു ഗവൺമെന്റും ചെയ്യാത്തൊരു കാര്യം, കേരളത്തിൽ ഇതിനെപ്പറ്റി പഠിപ്പിക്കാൻ ഗിഫ്റ്റ് പോലെ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ കാര്യങ്ങളൊന്നും 100%ത്തിലേക്ക്, കാരണം ഈ 2016 കഴിഞ്ഞ 4 വർഷം കൊണ്ടാണ് ഇതിനകത്ത് ഇങ്ങനെയുള്ള ഡെവലപ്മെന്റുകളൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഈ 4 വർഷം മുമ്പ് വരെ ഇതിനകത്ത് ഒരു ഡെവലപ്മെന്റും ഉണ്ടായിരുന്നില്ല. ഇനി അടുത്ത ഒരു 5-6 വർഷം കൊണ്ട് ഈ ലീഗലൈസേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയേക്കാം. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ചൈനയിലും മറ്റുമൊക്കെ ഉള്ള പോലെ പെട്ടെന്ന് ഒരു ഒറ്റയടിക്ക് സിസ്റ്റം കറക്റ്റ് ചെയ്യുന്ന ഒരു വേഗത ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിന് ഉണ്ടാവത്തില്ല. അതിന്റെ ഒരു വേഗത കുറവ് ഉണ്ട് എന്നുള്ള ഒഴിച്ചാൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വലിയ സപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്തൊരു ചോദ്യം ഉള്ളത്, നമുക്ക് മീഡിയയിൽ നിറയെ നെഗറ്റീവ്സ്, ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, ചെയിൻ മാർക്കറ്റിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നിരവധി നെഗറ്റീവ്സ് നിലനിൽക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാം? അതിനുള്ളൊരു ഉത്തരം, മീഡിയയും ഡയറക്ട് സെല്ലിംഗും സ്വാഭാവികമായും ശത്രുക്കളാണ്. അതിന്റെ ഒരു കാരണം, മീഡിയയുടെ പ്രധാന വരുമാനം എന്ന് പറയുന്നത് പരസ്യങ്ങളിലൂടെയാണ്. ഇവിടെ പരസ്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ അടിസ്ഥാന തത്വം. അതുകൊണ്ട് തന്നെ ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ പരസ്യം കൊടുക്കാത്തതുകൊണ്ട് തന്നെ മീഡിയകൾക്ക് ഡയറക്ട് സെല്ലിംഗ് കമ്പനികളോട് പ്രത്യേകിച്ച് വലിയ താല്പര്യമൊന്നുമില്ല, ഒന്നാമത്. പിന്നെ രണ്ടാമതൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മീഡിയ പൊതുവെ ആരെ പറ്റിയാണ് മീഡിയ പൊതുവെ നന്നായിട്ട് പറയാറുള്ളത്? മീഡിയ പൊതുവെ എല്ലാവരെ പറ്റിയും മോശമായിട്ട് പറയുന്നതിനല്ലേ മീഡിയക്ക് പൊതുവെ താല്പര്യം. നമ്മളൊരു സൈക്കോളജിസ്റ്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അതിനുള്ള ഉത്തരം പറഞ്ഞു തരും. കാരണം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്ത ഒരാൾ കേട്ടാൽ അയാൾ അത് 3 പേരോടാണ് പറയുന്നതെങ്കിൽ, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്ത അയാൾ അത് 11 പേരോട് പറയും. അപ്പം മീഡിയക്ക് വേണ്ടുന്നത്, അവരുടെ ഒരു പത്രം ഒരാൾ വരുത്തി കഴിഞ്ഞാൽ ആ പത്രം 3 പേര് വായിക്കാനാണോ അവർക്ക് ഇഷ്ടപ്പെടുക, 11 പേർ വായിക്കാനാണോ ഇഷ്ടപ്പെടുക? റീഡർഷിപ്പ് കൂടുമ്പോഴാണ് അവരുടെ വരുമാനവും വരുമാനവും ഒക്കെ വർദ്ധിക്കുന്നത്. അപ്പം നെഗറ്റീവ് വാർത്തകൾ കൊടുക്കാനായിരിക്കും അവർക്ക് സ്വാഭാവികമായും താല്പര്യം. ഇപ്പൊ ഞാൻ പ്രവർത്തിക്കുന്ന കമ്പനിക്കെതിരെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്ത കേരളത്തിലെ വലിയ ഒരു മാധ്യമം, 1 അല്ല 2 മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചു. ആ വാർത്തകൾക്കെതിരെ ആ കമ്പനി കോടതിയിൽ പോവുകയും അനുകൂല വിധി സമ്പാദിക്കുകയും ചെയ്തു. പക്ഷെ അതും റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ മീഡിയ തന്നെ വേണം. പിന്നെ വേറൊരു കാര്യം ഉള്ളത്, ഈ നെഗറ്റീവ് പെർസെപ്ഷൻ ഉള്ളത് ഒരു അനുഗ്രഹമായിട്ട് കാണുന്നവനാണ് ഞാൻ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ എന്നെ പോലെ ഒരു ശരാശരി ഒരു കർഷക കുടുംബത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തിക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരാനും ഇതിനകത്ത് വിജയിക്കാനും സാധ്യമായത് ഈ വലിയ മെച്ചപ്പെട്ട പശ്ചാത്തലങ്ങളിൽ നിന്നും വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠനങ്ങളും ഒക്കെ നടത്തി വരുന്ന മിടുക്കന്മാരായ ആളുകൾ ഈ മേഖലയെ ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ടാണ്. IIT-യിലും IIM-ലും ഒക്കെ പഠിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇന്റർനാഷണൽ സ്കൂളുകളിലൊക്കെ പഠിച്ചു വരുന്ന ആളുകൾ
അവരാരും ഇതിനെ പരിഗണിക്കാത്തത് ഈ നെഗറ്റീവ് പെർസെപ്ഷൻ കൊണ്ടാണ്. അതുകൊണ്ടാണ് എന്നെ പോലെയുള്ള ഒരു സാധാരണ ആളുകൾക്ക് പിന്നെ ഈ മേഖല ഇവിടെ ഉള്ളത്. അല്ലെങ്കിൽ അതും മിടുക്കന്മാർ കൊണ്ടുപോയേനെ. അപ്പൊ അതുകൊണ്ട് ഞാനതിനെ വ്യക്തിപരമായ ഒരു അനുഗ്രഹമായാണ് കാണുന്നത്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആൻസർ ആയിരുന്നു അത്. അടുത്തൊരു ചോദ്യം ഉള്ളത്, ഈ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുടെ പ്രൊഡക്ട്സ് മിക്കവാറും സൂപ്പർ എക്സ്പെൻസീവ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പം ഈ ഒരു രീതിയിലുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഇത് കസ്റ്റമേഴ്സിന്റെ അടുത്തോട്ട് ചെല്ലുമ്പോഴത്തേനും വിൽക്കാനുള്ള പ്രയാസങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാന്നുള്ളൊരു ചോദ്യമാണ്. അത് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികൾക്കുള്ള ഒരു പരിമിതി എന്താണെന്ന് വെച്ചാല്, ഇവർക്ക് പരിചയമുള്ള ആളുകൾക്ക് അവർക്ക് അങ്ങോട്ട് കൊണ്ടുപോയി സാധനം കൊടുത്ത് വിൽക്കുന്ന ഒരു രീതിയാണ്. അങ്ങനെയുള്ളൊരു രീതി ആയതുകൊണ്ട് തന്നെ ഈ പ്രോഡക്റ്റുകളുടെ ഗുണനിലവാരം വളരെ ഉയർന്നതല്ലെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം ഇവരുടെ അടുത്തുനിന്ന് ഈ പ്രോഡക്റ്റ് ഈ ആളുകൾ ആരും അത് വാങ്ങിക്കത്തില്ല. പിന്നെ രണ്ടാമതൊരു പ്രശ്നം, ഈ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുടെ പ്രോഡക്റ്റുകളിൽ പലതിനും ഈ ഡയറക്ട് സെല്ലർമാരും അവരുടെ കുടുംബവും തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഞാനിപ്പോ ഒരു കടയിൽ പോയി മേടിക്കുകയാണെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം ഒരു ലെക്സന്റെ സോപ്പാണ് മേടിക്കുന്നതെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ മെഡിമിക്സ് മേടിക്കും. അങ്ങനെ ഞാൻ ഇങ്ങനെ മാറ്റി മാറ്റി പോകും. അപ്പം അങ്ങനെ മാറ്റി മാറ്റി പോകുന്നത് കൊണ്ട് തന്നെ ഒരു പ്രോഡക്റ്റിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും പിന്നെ ഇനിയിപ്പോ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു കുഴപ്പം വന്നാൽ തന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രോഡക്റ്റിനെ എനിക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല, കാരണം ഞാൻ എല്ലാ പ്രോഡക്റ്റും ഉപയോഗിക്കും. രണ്ടാമത്, ഇതുകൊണ്ട് ദോഷങ്ങൾ ഉണ്ടാവുന്നില്ല എന്ന് കരുതരുത്, ഒത്തിരി ദോഷങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കാരണം ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ജീവിതശൈലി രോഗങ്ങൾ ആണ് ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത്. അത് ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. രണ്ടാമത് ഇതിനകത്തുള്ള ഒരു കാര്യം, നമ്മൾ ഒരു കടയിൽ പോയി നമ്മളായിട്ടൊരു സാധനം കടയിൽ നിന്ന് എടുക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ കടക്കാരനെ നമുക്ക് അതിന് കുറ്റം പറയാൻ പറ്റത്തില്ല, ഒരു പ്രോഡക്റ്റിന്റെ ഗുണം മോശമായതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു ഡയറക്ട് സെല്ലറെ സംബന്ധിച്ചുള്ള ഒരു പരിമിതി, ഒന്ന് അയാൾ ഒരു ബ്രാൻഡ് തന്നെ ഉപയോഗിക്കുന്നു, അല്ലെ അയാൾ വിൽക്കുന്നു. അപ്പൊ അയാൾ വിൽക്കുകയും ചെയ്യുന്നു, അയാൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു, അയാൾ ഒരു ബ്രാൻഡ് തന്നെ ആയതുകൊണ്ട് അതിന്റെ ഗുണനിലവാരം വളരെ ഉയർന്നതായിരിക്കേണ്ടതുണ്ട്. അപ്പൊ ഉയർന്ന ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾക്ക് സ്വാഭാവികമായും വിലയും വളരെ ഉയർന്നതായിരിക്കും. അപ്പം പക്ഷെ അതിന്റെ മൂല്യം നമ്മൾ കാണാതെ പോകരുത്. അപ്പം ഈ ഫോർ എക്സാമ്പിൾ പിന്നെ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി പറഞ്ഞൊരു കാര്യമാണ്, ഇപ്പൊ ഒരു ടൂത്ത് പേസ്റ്റ്, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ടൂത്ത് പേസ്റ്റ് നമ്മൾ നീളത്തിലാണ് ഇങ്ങനെ എടുക്കുന്നതെങ്കിൽ ഈ ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്കാരന്റെ പേസ്റ്റ് നമ്മൾ എന്താണ് സൈഡിൽ ഇങ്ങനെ എടുത്താൽ മതി. അതായത് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഒരു ഫുൾ ലെങ്ത്തിൽ ഒരു സെന്റിമീറ്റർ നീളത്തിൽ എടുക്കുന്നതിന് പകരം ഒരു 2 മില്ലിമീറ്റർ നീളത്തിൽ സൈഡിലൂടെ എടുക്കുമ്പോൾ അത്രയും പേസ്റ്റ് മതിയാവും. അപ്പം അങ്ങനെ ആണ് നമ്മൾ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങളെ കാണേണ്ടത്. ഡോണ്ട് ലുക്ക് അറ്റ് ദ പ്രൈസ്, ലുക്ക് അറ്റ് ദ വാല്യൂ. ആ വാല്യൂവിനാണ് പ്രധാനം. പിന്നെ ഇവിടെ വേറൊരു കാര്യം, ഇപ്പോൾ ഒരു പോയിന്റ് ഉള്ളത്, ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ തന്നെ 2 ടൈപ്പ് ഉണ്ട്. പിന്നെ ഒന്ന് ഈ FMCG പ്രോഡക്റ്റുകൾ വിൽക്കുന്ന കമ്പനികളുണ്ട്, 2 ഈ സ്പെഷ്യാലിറ്റി പ്രോഡക്റ്റ് വിൽക്കുന്ന കമ്പനികളുണ്ട്. ഈ FMCG പ്രോഡക്റ്റ് വിൽക്കുന്ന കമ്പനികളിൽ ഈ മാർക്കറ്റ് റേറ്റിലെ വിലയുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കമ്പനികളും ധാരാളമുണ്ട്. പക്ഷെ സ്പെഷ്യാലിറ്റി പ്രോഡക്റ്റുകളിൽ എപ്പോഴും അത് പ്രീമിയം പ്രോഡക്റ്റുകളായിരിക്കും. അപ്പൊ നമ്മുടെ പേഴ്സണാലിറ്റി അനുസരിച്ച് നമുക്കൊരു പ്രീമിയം കമ്പനിയിൽ വർക്ക് ചെയ്യണം, ഒരു ഇന്റലിജന്റ് സെല്ലിംഗ് നടത്തണം, അതായത് ഒരു കസ്റ്റമറെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യണം. അതായത് ഒരു മാരുതി കാറിന്റെ സെയിൽസ്മാൻ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനും ഇവിടെ ഈ ഇൻഡസ്ട്രിയിൽ അവസരമുണ്ട്. ഒരു മെർസിഡീസ് കാർ കമ്പനിയുടെ സെയിൽസ്മാൻ ആയിട്ട് ജോയിൻ ചെയ്യാനും ഈ ഇൻഡസ്ട്രിയിൽ അവസരമുണ്ട്. 2 ടൈപ്പ് ഇവിടെ ഉണ്ട്, അതും കൂടി ഞാൻ പറഞ്ഞോളൂ. ഓക്കെ സാർ, ചോദ്യങ്ങൾ ഇനിയും വരുന്നുണ്ട്, പക്ഷെ നമുക്ക് ഏകദേശം സമയം തീരാറായി. അപ്പൊ അതുകൊണ്ടാണ് ഒറ്റൊരു ചോദ്യം കൂടിയാണുള്ളത് സാറ്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ, അതായത് ഇപ്പൊ നമുക്ക് കോവിഡ് ആണ്, നമുക്ക് ലോക്ക്ഡൌൺ ആണ്, ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരാളെ ഡയറക്ട് സെല്ലിംഗിലേക്ക് ക്ഷണിക്കുന്നത്? സാർ ഒരു പക്ഷേ പറഞ്ഞതാണിത്, അല്ലെങ്കിൽ ആഡ് ചെയ്യാനുള്ളത്. ഇപ്പം സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാൻ പ്രവർത്തിക്കുന്ന കമ്പനി ആണെങ്കിൽ പോലും ആഴ്ചയിൽ 4 ദിവസം 6 ഭാഷകളിൽ ഡെയിലി 2 പ്രാവശ്യം വെച്ച് പിന്നെ സൂമിലൂടെ ഈ ബിസിനസ് പ്ലാൻ ആളുകൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതുപോലുള്ള ഒരു മീറ്റിംഗിൽ പങ്കെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബിസിനസ് മനസ്സിലാവും. പിന്നെ ഈ പ്രോഡക്റ്റുകളെ പറ്റി എല്ലാ വെനസ്ഡേയിലും 6 വ്യത്യസ്ത ഭാഷകളിൽ ഈ പ്രോഡക്റ്റിനെ പറ്റി ഇവിടെ ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ പ്രോഡക്റ്റുകളെ പറ്റി മനസ്സിലാക്കാൻ പറ്റും. എല്ലാ ശനിയാഴ്ചയും ഇതേപോലെ തന്നെ 6 ഭാഷകളിൽ ഈ പ്രോഡക്റ്റുകൾ, ഈ ബിസിനസ് എങ്ങനെ ബിൽഡ് ചെയ്യണമെന്നുള്ള ട്രെയിനിങ് സൂമിലൂടെ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം സൂമിലാണ്, ഇതെല്ലാം നമുക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യാവുന്നതാണ്.
നമുക്കിപ്പോ ഒരു കസ്റ്റമറെ ഇതിലേക്ക് കൊണ്ടുവരാനാണെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ബന്ധുവിനോ സുഹൃത്തിനോ പിന്നെ ഈ ഓരോ പ്രോഡക്റ്റിനെ പറ്റിയുള്ള ചെറിയ വീഡിയോകളുണ്ട്, ആ എല്ലാ ഭാഷകളിലുണ്ട്. ആ വീഡിയോ വാട്സപ്പിലൂടെ അയച്ചു കൊടുക്കുന്നു. അയാൾക്ക് അത് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ ആ പ്രോഡക്റ്റിന് അയാൾ തന്നെ അവിടെ ഇരുന്ന് ഓൺലൈനിൽ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ അയാൾക്ക് പ്രോഡക്റ്റ് കിട്ടുന്നു, നിങ്ങൾക്ക് ആ ലാഭം കിട്ടുന്നു. അദ്ദേഹം ആ പ്രോഡക്റ്റ് ഉപയോഗിച്ച് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ രണ്ടാമത് വീണ്ടും പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാൻ നേരത്ത് നമുക്ക് അയാളോട് പറയാം, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതൊരു ബിസിനസ് ആയിട്ട് എടുത്തുകൂടാ, ഇവിടെ ഈ പിന്നെ എല്ലാം നിങ്ങളെ ഞാനൊരു സൂം മീറ്റിംഗിൽ പങ്കെടുപ്പിക്കാം, നിങ്ങൾ സൂം എന്ന് പറയുന്ന ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യ്, എന്നിട്ട് ആ മീറ്റിംഗ് ഒന്ന് കേക്ക്, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ബിസിനസ് ആയിട്ട് ചെയ്യൂ, നിങ്ങൾക്ക് പ്രോഡക്റ്റ് വില കുറച്ച് വാങ്ങിക്കാനും പറ്റും, നിങ്ങൾക്ക് പ്രോഡക്റ്റ് മറ്റുള്ളവർക്ക് വിറ്റ് ലാഭം ഉണ്ടാക്കാനും പറ്റും, മറ്റുള്ളവരെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന് അവർ ചെയ്യുന്ന ടേൺ ഓവറിൽ നിന്ന് ഒരു വരുമാനം ഉണ്ടാക്കാനും പറ്റും. അങ്ങനെ പറഞ്ഞ് നമുക്ക് ചെയ്യാം. ഇപ്പൊ നിലവിൽ നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, ഒരു കമ്പനി ചൂസ് ചെയ്യുന്നത് പോലെ തന്നെ പ്രധാനമാണ് ഈ ബിസിനസ്സിൽ സീരിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയോടൊപ്പം ഈ ബിസിനസ് അസോസിയേറ്റ് ചെയ്യാന്നുള്ളത്. എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളൊരു ഒരു കല്യാണത്തിനൊക്കെ പെണ്ണ് കാണുന്നൊക്കെ കൊടുക്കുമ്പോൾ ഉള്ള സീരിയസ്നെസ് പോലൊരു സീരിയസ്നെസ് ഇവിടെ നമ്മൾ അസോസിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിയെ തെരഞ്ഞെടുക്കുന്നതിൽ നമ്മൾ കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് ആരെങ്കിലും നമ്മളെ അപ്രോച്ച് ചെയ്യാതെ നമ്മൾ നല്ലൊരാളെ അങ്ങോട്ട് പോയി കണ്ട് അപ്രോച്ച് ചെയ്ത് അയാളോടൊപ്പം ഈ ബിസിനസ് ചെയ്യുന്നതായിരിക്കും നന്നാവുക. അദ്ദേഹത്തിന് സഹായം, നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ ഈ ബിസിനസ്സിനെ അക്കോമഡേറ്റ് ചെയ്ത് ചെയ്യണമെന്ന് നമ്മൾ അങ്ങോട്ട് പറയുകയാണെങ്കിൽ അതാണ് ഈ ബിസിനസ്സിന് നമുക്ക് ഈ സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അമേരിക്കയിലും ഇവിടെ ആളുകൾ സാധനങ്ങൾ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് വിറ്റുകൊണ്ട് വരുമാനം ഉണ്ടാക്കും. അവരാരും ഇംഗ്ലീഷ് അറിഞ്ഞവരോ അമേരിക്കയിൽ പോയവരോ അല്ല. അപ്പൊ പിന്നെ നാട്ടിൽ ഈ ബിസിനസ് ലോക്ക്ഡൌൺ പീരീഡിൽ ചെയ്യുന്നതിന് എന്താണ് പ്രശ്നം? എവറിത്തിങ് ഈസ് ഡിജിറ്റൽ നൗ. ഇനി അടുത്തൊരു ചോദ്യം ഉള്ളത്, ആ ലിങ്കിന്റെ കാര്യം ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ആ ലിങ്ക് ദാറ്റ് ലിങ്ക് ഐ ഷാൽ പോസ്റ്റ് ഇറ്റ് റൈറ്റ് അവേ. ഒന്ന് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ ഞാൻ ടൈപ്പ് ചെയ്യുകയോ ചെയ്യും. ഞാൻ ആ ലിങ്ക് ഞാനിപ്പം പിന്നെ ഈ കമന്റ് ബോക്സിൽ ഞാൻ ഇപ്പൊ തന്നെ മതി മതി സാർ മതി. കുറച്ചധികം പേര് ചോദിച്ച ചോദ്യമായിരുന്നു ലിങ്ക്. ഐ ജസ്റ്റ് പോസ്റ്റഡ് ഇറ്റ് നൗ. ഓക്കെ ഓക്കെ സാർ പോസ്റ്റ് ചെയ്തല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ വെബിനാർ ഇന്ന് വളരെ മനോഹരമായിട്ടുള്ള ഒരു വെബിനാർ ആയിരുന്നു അഭിലാഷ് സാറിന്റെ കൂടെ നമുക്കുണ്ടായിരുന്നത്. ഡയറക്ട് സെല്ലിംഗ്